മാഷ് ഇന്നൊരു അവിചാരിതമായ ഞങ്ങൾ വീട്ടിൽ പോയി ക്ഷണിച്ചിരുന്നു. പെട്ടെന്ന് പിന്നെ നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രസൻറ്റ് നമ്മളിനി പിന്നെ അടുത്തൊരു പരിപാടിയിൽ, കാരണം എല്ലാവരും പ്രസൻറ്റ്, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് പലർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു മാഷെ ഇമ്പോസിഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഏതായാലും അടുത്തൊരു പരിപാടിയിൽ, അടുത്ത സ്പെഷ്യൽ ക്ലാസ്സിന് പിന്നെ എല്ലാവരും ഉണ്ടാവുന്ന പരിപാടിയിൽ കുറച്ചും കൂടെ വിപുലമായിട്ട് നടത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആലോചന. ഈ ഒരു പരിപാടിയിൽ നമ്മൾ പെട്ടെന്ന് പിന്നെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. സാധാരണ പറയാറുണ്ട്, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരാൾക്ക് ദിവ്യബോധനം, അതായത് വഹിയൊക്കെ കിട്ടുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വഹി കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഒത്തുചേർന്നതാണ്. പിന്നെ 40 വയസ്സ് ഏകദേശം, അതായത് 25 വർഷമായി ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ട്. ഏതായാലും പിന്നെ 25 വർഷത്തിന് ശേഷം ഞങ്ങൾ കൂടിയിട്ടില്ല. പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അപ്പോൾ പലരും നാട്ടിലില്ലാത്തവർ, അതോടൊപ്പം തന്നെ മറ്റു പല തിരക്കുകളൊക്കെ ആയിട്ട് കൂടാൻ കഴിയാതിരുന്നു. അതേ സമയത്ത് ഈ ബാച്ചിലുള്ള ആളുകളൊക്കെ പല രീതിയിലും സ്കൂളുമായിട്ടും ഒക്കെ സജീവമായിട്ട് ഇടപഴകുന്ന ആളുകളാണ്. ഏതായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് തുടങ്ങേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഒരു ഔപചാരികതകളൊന്നുമില്ല. നമ്മൾ ഇന്നിപ്പം നമ്മുടെ അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പറയാനുള്ളത് പറയുകയും നമ്മുടെ പിന്നെ കേൾക്കാനുള്ളത് കേൾക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ പല സ്ഥലത്തു നിന്നും വന്നവരുണ്ട്, ദൂരെ നിന്ന് വന്നവരുണ്ട്. വയനാട്ടിൽ നിന്ന് വന്ന അഷ്റഫ് ഉണ്ട് നമ്മളെ കൂടെ, ഫാമിലി സഹിതം. കാരണം ഫാമിലിയോടൊപ്പം മൊത്തം വന്നത് എനിക്ക് തോന്നുന്നത് ദൂരെയുള്ള അഷ്റഫ് മാത്രമാണ്. ഏതായാലും എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തിരുന്നു. എല്ലാവരും നമ്മുടെ അധ്യാപകരൊക്കെ നമ്മൾ ഏകദേശം എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചതാണ്. അവർക്കൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. കാരണം നമ്മളിത് പെട്ടെന്നാണ് ഈ പരിപാടി ഒന്ന് അറേഞ്ച് ചെയ്തത്. കാരണം ഈ വെക്കേഷനിൽ എല്ലാവരും, ഇപ്പോൾ ഷബീബ് നാട്ടിലില്ലാത്ത ആളാണ്, നാട്ടിലില്ലാത്തൊരു പേരാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ വരുന്നൊരു ഡേറ്റ്, ഇപ്പം ഇന്ന് ഈ ദിവസത്തിന് വേണ്ടി മാത്രം വന്നതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ജസീം, ക്ലാസ് ലീഡർ ജസീം. പിന്നെ ദുബായിൽ നിന്ന് ഇന്നലെ ലാൻഡ് ചെയ്തതാണ്. ഓക്കെ ഞാൻ പറയാം, ഞാൻ ടീച്ചർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ അതിവിടെ നടക്കും. ഏതായാലും പിന്നെ എൻ്റെ പേര് അഫ്സൽ. ഞാൻ 99 10 A ക്ലാസ്സിൻ്റെ ബാച്ചാണ് ഞാൻ. പിന്നെ ഈ വിദ്യാലയത്തിൽ പിന്നെ 7 വർഷം തോറ്റിട്ടില്ല. പിന്നെ LP സ്കൂളിൽ ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്, 4ാം ക്ലാസ്സിൽ. പിന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ 10 വർഷം ഈ സ്കൂളിൽ പഠിച്ചവരുണ്ടായിരിക്കും, 6 വർഷം പഠിച്ചവരുണ്ട്, 3 വർഷം പഠിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. 8ാം ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്ന ജസ്നയും പിന്നെ ഷംനയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സുമയ്യ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇതുപോലെ പല പിന്നെ യാത്രയിൽ പിന്നെ ഒരുമിച്ച് ചേർന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലേക്ക് വന്നവരുണ്ട്. ഏതായാലും ഞങ്ങൾ പിന്നെ 10A ബാച്ചിൽ 5ാം ക്ലാസ് മുതൽ 5A മുതൽ 10A വരെയുള്ള ക്ലാസ്സിൽപ്പെട്ടവരും അവരിലേക്ക് പലപ്പോഴായിട്ട് കടന്നു വന്നവരുമുള്ള ഒരു ബാച്ചാണ്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എപ്പോഴും സജീവമായിട്ടുള്ള അമീനൊക്കെ ഉണ്ട്. അമീന് 8ാം ക്ലാസ് നിന്ന് 7ാം ക്ലാസ്സിൽ ഞങ്ങൾ പോയി. അതേ സമയത്ത് 10ാം ക്ലാസ്സിൻ്റെ ബാച്ചിലൊക്കെ അമീനുണ്ട്. അങ്ങനെയുള്ള കുറേ പിന്നെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. നമുക്ക് വിശദമായി പരിചയപ്പെടുന്ന സെഷനും അവരുടെ അനുഭവങ്ങൾ പറയുന്ന പിന്നെ ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് കേൾക്കാം. ഏതായാലും ഞാൻ പിന്നെ ഞങ്ങളുടെ പിന്നെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ജസീം, പിന്നെ അതുപോലെ തന്നെ ജസ്ന, ജംഷീർ, സോറി ഞാൻ സ്കൂളിലായതുകൊണ്ട് ഇങ്ങനെ അതെങ്ങനെ പറയും, ക്ലാസ് ലീഡറായിട്ടുള്ള പിന്നെ ഏതായാലും പിന്നെ നമ്മുടെ ഈ പേര് ഒരു അറ്റൻഡൻസ്, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രസൻറ്റ് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ അജയ് മാഷ്, ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ പിന്നെ പ്രതിഷ്ഠ നേടിയവനാണ് എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് പുളിക്കൽ ഹൈസ്കൂളിലെ എല്ലാ അധ്യാപകരും. ഒരാൾ പിന്നെ പ്രത്യേകം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും. അപ്പം നമുക്കറിയാം. പിന്നെ അജയ് മാഷെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പേരിനിടാനുള്ള കാരണം അജയ് മാഷെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് പലരോടും പിന്നെ നമുക്കുണ്ട്.
ഹലോ ഹലോ ആ ഒരു മാറ്റി മൈക്ക് മാറ്റി. അപ്പം അത്രയും ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പരസ്പരം കാണുമ്പോഴൊക്കെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവരെ കുറിച്ചും പറയാറുണ്ട്. പിന്നെ ഇവിടെ നമുക്കറിയാലോ 3 പേരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ചിലപ്പം നമ്മുടെ പരിപാടിയുടെ പിന്നെ ഇടയ്ക്കൊക്കെ മറ്റുള്ളവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. കമറുന്നീസ ടീച്ചർ നമ്മുടെ UP ക്ലാസ്സിൽ ഏത് വിഷയം എടുത്തിരുന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? SS. അതെ. അതായത് ടീച്ചർക്ക് നമ്മൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. കാരണം ഏത് അധ്യാപകർക്കും അവർ ആദ്യമായിട്ട് വരുന്ന ബാച്ചിലൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലീല ടീച്ചർ നമുക്കറിയാം. പിന്നെ ഹൈസ്കൂളിൽ ഏത് വിഷയം എടുത്തിരുന്നത്? ബയോളജി. ഓക്കെ. പിന്നെ അജയ് മാഷ് ഏത് വിഷയം എടുത്തിരുന്നത്? ഓക്കെ. അപ്പം പിന്നെ ഇനി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, പിന്നെ ഞങ്ങൾ വൈകിയാണ്, ഞങ്ങൾ ക്ഷമ ചോദിക്കണം. ഞങ്ങൾ എത്രയും വൈകിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കുറേ വൈകി. അതുകൊണ്ട് ഞങ്ങൾ വൈകിയാണ് നിങ്ങളെ ബന്ധപ്പെട്ടത്. എന്നാലും നിങ്ങളൊക്കെ എത്തി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഒന്ന് പ്രസൻറ്റ് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പേരുമൊക്കെ ഒന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ 25 വർഷത്തിന് ശേഷം കാണുമ്പോൾ ഞങ്ങൾ പലപ്പോഴും കുട്ടികളെ കാണുമ്പോൾ ആ മുഖോർമ്മ, അവരുടെ കുട്ടികളെ കാണുമ്പോഴാണ് നമുക്ക് അന്നത്തെ 10 എയിലെ അല്ലെങ്കിൽ പിന്നെ 5 എയിലൊക്കെ കുട്ടികളുടെ മുഖം നമുക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത്. കാരണം കുട്ടികളൊക്കെ വലുതായതുകൊണ്ട്. ഏതായാലും പിന്നെ നമ്മുടെ പിന്നെ പ്രസൻറ്റ് എടുക്കാൻ വേണ്ടി അജയ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ പ്രസന്റ് എടുക്കുകയാണ് കേട്ടോ. ഇബ്രാഹിം PP, ഓക്കെ. മുഹമ്മദ് ഷാജിർ P, മുഹമ്മദ് അലി, ഷബീബ് T, സുഫൈസ്, നൂറുലമീൻ, അബ്ദുൽ കരീം PK, ഇല്യാസ് PC, മുഹമ്മദ് റഫീഖ് K, ഷഫീഖ്, മുഹമ്മദ് K, അഷ്റഫ് C, അഫ്സൽ, സയ്യാഫ് അമീൻ KK, ഹാജറുള്ളവരുടെ മാത്രമേ പ്രസന്റ് ഉള്ളില്ലേ. സനിയ, സുമയ്യ, മുബഷിറ, മുഹസിന KP, ജംഷീറ K, ജംഷീറ PC, നൗഷബ K, ആബിദ KT, അഫ്സത്ത് KT, ഷംന PC, ഷഹന PC, ഷർബീന P, റഹീല, ഫസീല P, ഷാഹിദ P, സജ്ന TA, ഷംന PT. ഇനി ആരുടെയെങ്കിലും പേര് വിളിക്കാനുണ്ടോ? ഷെഫി സജില വന്ന് എത്തിയോ? എത്തിയില്ല. ഇനി ഉണ്ടാകണമല്ലോ, കാരണം നമ്മൾ ആബ്സെൻ്റ് ഉള്ളവർ. സജീറ PN, അതെ, അമേരിക്ക. അതാണ് നസല്, അതെ. ആ 16ഉം 14ഉം ഇല്ലേ? ജസീം ഇസാൻ്റെ എഴുതിയിട്ടില്ല. ജസീം ഇസാൻ എഴുതിയില്ല. ജംഷീർ ഫാറൂഖ് എഴുതിയിട്ടില്ല. കുൽസു എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ജംഷീർ PK എന്നാണ് പേര്.
പിന്നെ കുറിയോടത്ത് ഐക്കരപ്പടി അവിടെയാണ് സ്വദേശം. വർണീസ് ടീച്ചർ എനിക്ക് അന്ന് പോയതിന് ശേഷം എന്നെ കണ്ടില്ല. ലീല ടീച്ചറൊക്കെ എനിക്ക് കൊണ്ട് ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ഓരോ പരിപാടിയിലൊക്കെ കാണാറുണ്ട്. ജയമാഷെ നമ്മളെ പഞ്ചായത്തുകാരനായി മാറിയതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിപാടികളിൽ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാരുണ്യ ക്ഷേമ പ്രവർത്തനത്തിൽ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഒക്കെ നിറഞ്ഞ ഒരു സാന്നിധ്യമാണ് അജയ് മാഷ്. നമ്മളിതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റി എന്നുള്ളതിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട നമ്മുടെ അജയ് മാഷ് നിർവഹിക്കും. അതിനുശേഷം ലീല ടീച്ചർ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഗവർണൻസ് ടീച്ചറും ഇതിന് സംസാരിപ്പിക്കും. അതുപോലെ കബീർ മാഷ്, വഹീദ് മാഷ് ഒക്കെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവറോട്ടി മാഷിക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ ഒരു കല്യാണമുണ്ട്. പിന്നെ നമ്മുടെ യു പിയിൽ നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്ന വലിയറമ്പത്തുള്ള MM മുഹമ്മദ് മാഷ് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇതുപോലെ കല്യാണത്തിനുകൊണ്ട് ഇന്നിവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മുകുൽസു ടീച്ചർ, മൊറേ ടീച്ചർ, ഖാലിദ് മാഷ്, അങ്ങനെ കുറേ ആളുകളെ നമ്മളിതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സന്തോഷവും സ്നേഹവും അവർ അറിയിച്ചിട്ടുണ്ട് എന്ന് ഈ സദസ്സിനെ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ സജീറ, അവളിപ്പോൾ US ലാണുള്ളത്. അവൾ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തതിലുള്ള വിഷമം രാവിലെ വീഡിയോ കോൺഫറൻസിലൊക്കെ അവൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവളുടെ അഭാവത്തിൽ അധ്യാപകരോട് പ്രത്യേകം സ്നേഹാന്വേഷണം പറയണമെന്ന് പറഞ്ഞു. അതുപോലെ മെഹറൂഫ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്ര മുറക്ക് ഇതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വൈകുകയാണെങ്കിൽ അധ്യാപകരോട് സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുറച്ചാളുകൾ ഗൾഫിലുണ്ട് സർ. അവർ ജാസിർ ജവാസ്, പിന്നെ നമ്മളെ ആരിഫ്, വേറെ അനീസ് അല്ലേ, അങ്ങനെ കുറച്ചാളുകൾ ഗൾഫിലുണ്ട്. അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷമം കൂടും. സ്വാഭാവികമായിട്ടും പിന്നെ അഫ്സറോട് സൂചിപ്പിച്ച പോലെ പെട്ടെന്നുണ്ടാക്കിയ ചില പരിക്കുകളൊക്കെ ഇതിലുണ്ടാവും. നമ്മൾ തന്നെയാണ്, നമ്മുടെ ക്ലാസ് മുറികളാണ്, നമ്മൾ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ആരും അധ്യാപകരല്ലാത്ത ആരും കൂടെ ഗസ്റ്റല്ല. എല്ലാവരും നമ്മുടേതായ രീതിയിൽ തന്നെ സഹകരിക്കുകയും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി വളരെ ഊഷ്മളമായ സ്വാഗതം ചെയ്തുകൊണ്ട്. നൂറുലമീൻ്റെ പേര് വിളിക്കാത്തതുകൊണ്ട് എനിക്ക് കൊണ്ടുവന്ന് അവിടെ ബലൂണ് പൊട്ടിക്കുണ്ടോ? നൂറുലമീനെ അറിയില്ല സർ. നൂറുലമീൻ കുറേ കാലം ചെന്നൈയിലായിരുന്നു. തടി കുറക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നതെന്നാണോ? അപ്പം നൂറുലമീൻ ഇതിലുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ 8 മുതൽ 8ാം ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് മാറിയ കുട്ടികളുണ്ട്. 9 ആയപ്പോൾ കുറച്ച് കുട്ടികൾ മാറി. 10, 7 ഉള്ള കുട്ടികൾക്ക് പുറമെ ഈ 8, 9 എന്നൊക്കെ പോയ കുട്ടികളെയും കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 ആളുകളെ തീരെ കിട്ടാത്തുണ്ട്. ഒരു ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാളെ തീരെ കിട്ടിയിട്ടില്ല. ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഓർമ്മ വരുന്നില്ല ആരാണെന്നുള്ളത്. ഇന്നൊക്കെ പിന്നെ വേഗം ഓർമ്മ ഉണ്ടാവും. ഞാനൊക്കെ കുറച്ച് കുരുത്തക്കേടൊന്നുണ്ടായതുകൊണ്ട് നല്ല കുട്ടികളെ ചിലപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവും, മറ്റേ കുരുത്തക്കേടുള്ളവന് ഓർമ്മയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി പോകണവർക്ക് ചിലപ്പോൾ ഇവിടെ ഓർമ്മയിലുണ്ടാവില്ല. അതിൽ വന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അപ്പം അങ്ങനെ ഇന്ന അറിയില്ല എന്ന് തോന്നുന്നവരൊക്കെ അവനവൻ തന്നെ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യുക, കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ അജയ് മാഷ് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പുളിക്കൽ സ്കൂളിലെ അധ്യാപക അനുഭവങ്ങൾ അതൊക്കെ ചേർത്ത് വെച്ച് ഈ ഒരു പ്രോഗ്രാം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഈ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കും. അതിന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. താങ്ക് യു. ഏറെ ബഹുമാനിയായ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ലീല ടീച്ചർ, കമറുനിസ് ടീച്ചർ, പ്രിയപ്പെട്ട മക്കളെ, അവരുടെ മക്കളും ഉണ്ടല്ലോ, ഓക്കെ, എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി എന്താണ് പറഞ്ഞാൽ ഒരു എന്തൊരു ഫീലിംഗ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ചില ബാച്ചുകളുണ്ടാവും, ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. കാരണം എല്ലാ ബാച്ചുകളും ഹൃദയത്തിൽ ചേർത്തതാണെങ്കിലും അതിൽ നേരെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് ടച്ച് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഉള്ള ചില ബാച്ചുകളുണ്ട്. അങ്ങനെയുള്ളൊരു ബാച്ചാണ് ഈ 99 10A എന്ന് പറയുന്നത്. അതായത് ഒരു സംശയമില്ല. കാരണം ഇതിലെ മുഖങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ വന്നിരുന്നില്ല. 99 അഫ്സൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ഇവർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ ആ പേരുകളും മുഖങ്ങളും ഒക്കെ ഓടി, ഓരോ മുഖങ്ങളും ഓടി.
ഒരു ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും എന്തെങ്കിലും തരത്തിൽ ഒരു കോണ്ടാക്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരു അകൽച്ച, പിന്നെ ചില ബാച്ചിൻ്റെയൊക്കെ ഗെറ്റ് ടുഗദറുകൾ കൂടുമ്പോൾ ഒരു പക്ഷേ പഠിച്ചിറങ്ങിപ്പോയതിന് ശേഷം ആ ഗെറ്റ് ടുഗദറിൻ്റെ ആ ഒരു മീറ്റിങ്ങിൽ കണ്ടുമുട്ടുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ടി വരും. ഇപ്പം ഞാൻ ഈ പേര് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇന്ന ആ പേര് ഇന്ന മുഖം, ആ പേര് ഇന്ന മുഖം, ആ പേര് ഇന്ന മുഖം. കാരണം കൃത്യമായിട്ട് അത്ര ഒരു അടുപ്പം ഈ ബാച്ചുമായിട്ട് എങ്ങനെയോ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നോടും ഉണ്ടായി, എനിക്ക് നിങ്ങളോടും ഉണ്ടായി. അതൊരു ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ്. ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം നിങ്ങൾ പലരും അതിന് ശേഷവും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്, അവരുമായിട്ട് പലതരത്തിലും ബന്ധപ്പെടാറുണ്ട്. ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് പറയും. കാരണം ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മക്കൾ തന്നെയാണ്. കാരണം പഠിപ്പിച്ചു വിട്ട് അവരുടെ സ്നേഹം, ആ സ്നേഹം കൊണ്ടുള്ള ആ സമ്പാദ്യം നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അതിന് നിമിത്തക്കാരായ നിങ്ങളെ പ്രത്യേകം കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണാൻ കഴിയുന്നൊരവസരം നിങ്ങൾ സൃഷ്ടിച്ചു. വളരെ സന്തോഷം. അതിനൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്തിരിക്കുന്ന പല മുഖങ്ങളും, പിന്നെ റഹീലെ പരീക്ഷ പേപ്പറൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? മാത്തമാറ്റിക്സിന് 50-ൽ എത്ര മാർക്കുണ്ട് അവർക്ക്? 50-ൽ 50 മാർക്ക് പബ്ലിക് എക്സാമിനും 49 മാർക്ക്, അല്ലേ? 2 പേപ്പർ 48 മാർക്ക്. ഒരു പേപ്പർ, 2 പേപ്പറായിരുന്നല്ലോ ഒന്ന്, ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ. ഒന്നിൽ 50-ൽ 50, ഒന്നിൽ 50-ൽ 48 അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 2-3 ഡോക്ടറേറ്റുകാരുണ്ട്. ഡോക്ടറേറ്റുകാർ അല്ലേ? സയ്യാഫ് അമീനുണ്ട്, പിന്നെ ജംഷീറുണ്ട്, സജനയുണ്ട്. 3 ഡോക്ടറേറ്റുകാരുണ്ട്. കോളേജ് പ്രൊഫസറാണ്, കോളേജിൽ അധ്യാപകനാണ്, ഒരു LP സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനാണ്. അങ്ങനെ എല്ലാ തരത്തിലും. പിന്നെ വലിയൊരു കലാകാരൻ, നിങ്ങളുടെ റഫീഖ്, ഞങ്ങളുടെ റഫീഖ് ഒരു വലിയ കലാകാരൻ, എൻ്റെ സഹപ്രവർത്തകനും കൂടിയായിരുന്നു. കലാകാരൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, സിനിമയിലും ഒക്കെ ചാൻസുകൾ കിട്ടി, സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സ്റ്റേറ്റിൽ വരെ കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നൊരു കലാകാരൻ. ഹയർ സെക്കൻഡറി അധ്യാപിക അല്ലേ? പിന്നെ ഷർഫീന, പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപിക. അങ്ങനെയല്ല, സുമയ്യ എവിടെ കയറിയില്ല. എവിടെയാ കയറിയില്ല? ഷംന പുറത്താണ്. അപ്പോൾ പിന്നെ സനിയും അവരെ ആ ഫാമിലി മൊത്തം ഞങ്ങളുടെ സ്വന്തം, എപ്പോഴും ഓടി വരുന്ന ഒന്നുമില്ല. ഫോണിൽ കൂടെങ്കിലും ഇടയ്ക്കൊന്ന് ഒരു മെസ്സേജ് കാണുമ്പോൾ ഇത് ചോദിക്കും, എന്താ സാർ വിശേഷം, അല്ലെങ്കിൽ അതെന്താണ് ഇതെന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങനെ ഒരു നല്ല ഒരു ഭയങ്കര ഷബീബിനെ പിന്നെ നാട്ടിൽ വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നു. അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിനകത്തിൽ, കുറേയധികം. എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. കൂടുതലും കോണ്ടാക്റ്റുകൾ ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ ഷബീലിൻ്റെ പിന്നെ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തിന് ഇവർ കുറേ പേരെ കണ്ടു. നൗഷബയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ കുറേ പേര് ഇവരെല്ലാം കണ്ടു. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് മുഖങ്ങൾ ഓർമ്മയിലേക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും മായത്തില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ബന്ധം. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഈ ഒരു ബാച്ചിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബാച്ചിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും, അതായത് നിരന്തരം നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടം, അതുപോലെ പ്രളയം, മറ്റു അസുഖങ്ങൾ, കോവിഡ്, ഈ സാഹചര്യത്തിലൊക്കെ ഇവിടുത്തെ സജീവ സാന്നിധ്യമായിരുന്ന അഫ്സൽ ഉൾപ്പെടെയുള്ള നല്ല ഒരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന, അതായത് ഞാൻ എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവരല്ലല്ലോ,
അവർ ഈ സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി, അവരെ കൂടി ചേർത്ത് പിടിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ഇപ്പോൾ ഇവരൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബാച്ചുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട് വെച്ച് കൊടുത്തു. നിങ്ങളുടെ ബാച്ച് 2099 ബാച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ അതിന് കുറച്ചു മുമ്പ് ഞാനുൾപ്പെടെ ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സതീഷ് എന്ന് പറയുന്ന 2000 ബാച്ചിൽ പഠിച്ച ഒരു സതീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ആ മരണത്തിൽ ഷംന ഉൾപ്പെടെ അല്ലെങ്കിൽ സാബു ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് സഹായങ്ങൾ നൽകി, ധാരാളം ആളുകൾ സഹായം നൽകി. അപ്പോൾ വലിയൊരു സംഖ്യ നമ്മൾ സ്വരൂപിച്ച് ആ കുടുംബത്തിനെ രക്ഷിക്കാനും വേണ്ടി കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങളുടെ മനസ്സ്, അതുതന്നെയാണ് ഞങ്ങളുടെ അധ്യാപകർക്ക് തല ഉയർത്തി നിൽക്കാനുള്ള ഒരു ധൈര്യവും. കാരണം നിങ്ങൾക്കൊക്കെ അത് തോന്നുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെയൊക്കെ ശിക്ഷണം കൊണ്ടാണോ എന്ന് ഞങ്ങൾ ചിലപ്പോൾ ചില സമയത്ത് സ്വയം അഹങ്കരിക്കാറുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ച മക്കൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ഞങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഒരു പക്ഷേ ഞാൻ ഈ 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഈ പുളിക്കിലേക്ക് എത്തണമെങ്കിൽ ഒരു നിമിത്തമായിരിക്കാം നിങ്ങളെപ്പോലുള്ള നല്ല മക്കളെ പഠിപ്പിക്കുവാനും അവരുമായിട്ട് ഇങ്ങനെ കൂടിച്ചേരുവാനും അവരുടെ സ്നേഹം പങ്കുവെക്കുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇത് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, 2000 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. നാട്ടിൽ വെച്ചിട്ടാണ്, ഒരു വെക്കേഷന്. ഓർക്കുന്നുണ്ടാവും, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. നാട്ടിൽ വെച്ചിട്ടാണ്, വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോയി ബൈക്കിൽ ഞാനും ടീച്ചറും മക്കൾ 2 പേരും ഉണ്ട്. ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എനിക്ക് കാലിനൊക്കെ പരിക്ക് പറ്റി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾ 15 വയസ്സേ ഉള്ളൂ. ആ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ അഫ്സലും ജംഷീറും സബീലും ജസീമിസാനും ഉൾപ്പെടുന്ന കുറച്ച് കുട്ടികൾ ആ 300 കിലോമീറ്റർ ദൂരം, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം 300 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അവരെൻ്റെ നാട്ടിൽ വന്ന് അവരെന്നെ കാണണമെങ്കിൽ അവരുടെ മനസ്സിൽ അത്രമാത്രം അവർക്ക് ഇങ്ങനെയുള്ള ഒരു സ്നേഹം, ആ കാരുണ്യം എന്ന് പറയുന്നത് അത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒന്നുകൂടെ ആളിക്കത്തുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അവരുടെ മനസ്സിൽ അത് ഇൻബോണാണ്. അപ്പോൾ അത്രമാത്രം ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ദൂരം ഒക്കെ ഒരു പക്ഷേ പലരും രക്ഷിതാക്കൾ വിടാൻ മടിക്കും, അല്ലെങ്കിൽ കാരണം ചെറിയ ദൂരമൊന്നുമല്ല. ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ കൊണ്ടോട്ടിയോ മലപ്പുറമോ ഒക്കെ ഒന്ന് പോയി വരുന്നത് പോലെ അല്ല ഈ പോകുന്നത്. ഇവിടുന്ന് ട്രെയിൻ കയറി അല്ലെ ബസ് കയറി അവരവിടെ വരണമെങ്കിൽ അവരുടെ ആ ഇച്ഛാശക്തി, അവരുടെ ആ മനസ്സിൻ്റെ വിൽ പവർ, അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൻ്റെ ആ കാഠിന്യം, ദൃഢത, അതൊക്കെ നമ്മൾ കാണാതിരിക്കാൻ കഴിയുമോ? അതൊക്കെ എവിടെ, എനിക്ക് തോന്നി ഒരിടത്ത് പോലും ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്നേഹവും ബഹുമാനവും ഒരു നന്ദിയും പരസ്പര ആ ഒരു ഇത് കാണിക്കുന്ന മക്കൾ നമ്മുടെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നിങ്ങളുടെ ബാച്ചിൽ അത് കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിതെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനവും നമ്മൾ സസൂക്ഷ്മം ഇങ്ങനെ കാണുമ്പോൾ ഏത് പ്രവർത്തനത്തിലും നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്തിട്ടോ, അല്ലെങ്കിൽ അഫ്സലൊക്കെ ഫുൾ ടൈം ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ യൂത്ത് ലൈവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ 2018 പ്രളയ സമയത്ത് എവിടെ പോയി, ആലുവ എറണാകുളം ജില്ലയിൽ പോയിട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാനും വേണ്ടി പോയ ടീമിൽപ്പെട്ടവരാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം, എനിക്കും അഭിമാനിക്കാം. എൻ്റെ മക്കളാണ്. ഞാൻ പലപ്പോഴും ഏത് വേദിയിൽ നിന്നുകൊണ്ട് പറയാറുണ്ട് ഈ 1999-2000 ബാച്ചുകാരെ കുറിച്ചൊക്കെ. കാരണം അവരാണ് ഇന്ന് ഈ നേതൃത്വത്തിൽ പല ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഓരോന്നും ഇടപെട്ടുകൊണ്ട് ഈ ആളുകളെ ചേർത്ത് പിടിക്കുന്നത്. അത് നിങ്ങൾക്ക് കഴിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനന്തരമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. ഒരു സംശയമില്ല. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ മനസ്സിൻ്റെ നന്മകളാണിതെല്ലാം.
അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ 2023 മെയ് മാസം 31-ാം തീയതി ഇവിടെ നിന്ന് പടിയിറങ്ങി. നിങ്ങൾക്കറിയാം, ഞാൻ 2 വർഷക്കാലം ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു. എൻ്റെ സഹപ്രവർത്തകനാണ് നിങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ, എൻ്റെ പ്രിയ ശിഷ്യൻ റഫീഖ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരുപോലെ ഒരേ മനസ്സോടു കൂടി ഈ വിദ്യാലയത്തിൽ 2 വർഷക്കാലം അങ്ങനെയും നിന്നു. ഏതായാലും അവിടെ നിന്ന് പടിയിറങ്ങി കുറച്ചൊന്ന് വിശ്രമ ജീവിതം എന്ന് പറയുന്നത് വിശ്രമമല്ല, മറ്റു പല കാര്യങ്ങളിലും, എന്നാലും ഈ ഫീൽഡിലേക്ക് തിരിച്ച് കുറച്ചൊന്ന് ഫ്രീ ആകണം എന്നുള്ള മൈൻഡോട് കൂടി, കാരണം കുറേ ഒന്ന് റിലാക്സ് ചെയ്യണമല്ല. ഏതായാലും ഇതിൻ്റെ പേര് വളരെ ഒരു നോട്ടബിളാണ്. കാരണം സ്പെഷ്യൽ ക്ലാസ്, എനിക്കറിയാം നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നറിയാം. സ്പെഷ്യൽ ക്ലാസ് രാവിലെ ഒരു 8:30 വെക്കേണ്ടതായിരുന്നു. ഇത് 8:30 വെച്ചിട്ട് വരാത്തവരെ ഇവിടെ നിന്ന് നിർത്തേണ്ടതായിരുന്നു, എങ്കിലും ഇത് ശരിയാകുള്ളായിരുന്നു. ഇതിപ്പോൾ 10:30 8 എന്നുള്ളത് 10:30. വളർന്നു വന്നപ്പോൾ കുറച്ച് മടിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ മടിയുടെ ലക്ഷണങ്ങളാണ്. നമുക്കത് മടി മാറ്റി നമുക്ക് ശരിയാക്കണം കേട്ടോ. ഇതൊക്കെ എടുക്കേണ്ടതാണ്. ഞാൻ ചൂരിലൊക്കെ നോക്കിയതാണ്. ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് കണ്ടില്ല. സാധനം ഒരെണ്ണം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു പേര് സെലക്ട് ചെയ്തു. നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടല്ലോ ആ സ്പെഷ്യൽ ക്ലാസ്സുകൾ. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് വളരെ കുറച്ച് സ്പെഷ്യൽ ക്ലാസ്സുകൾ വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ അപൂർവമായിട്ട് അബ്ദുമാഷോ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ, കാരണം അന്നൊക്കെ സിലബസും അങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഒരു രീതി അതൊക്കെയാണ്. ഇന്നതല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ രാവിലെ അന്ന് തുടങ്ങിയതാണ്. വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ടൈം ടേബിൾ കിട്ടിയപ്പോൾ തന്നെ തുടങ്ങിയതാണ് രാവിലെയും വൈകിട്ടുമുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ. അപ്പോൾ ആ സ്പെഷ്യൽ ക്ലാസ്സുകൾ നിങ്ങൾ കുറേയധികം അനുഭവിച്ചിട്ടുണ്ട്. കുറേ ചീത്ത മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. കാരണം കാലമാടൻ അടിച്ചിരിക്കുന്നു, രാവിലെ വെക്കുന്നു, വൈകി എത്തിയ അടികൊള്ളും, തല്ലുകൊള്ളും, ഇമ്പോസിഷൻ ഇടും എന്നൊക്കെ. ഏതായാലും നിങ്ങളെന്ത് മനസ്സിൽ കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. അത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ സ്പെഷ്യൽ ക്ലാസ്സിനോടും ഒക്കെ ധാരാളം ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ കാലത്ത്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളൊരു നല്ല നിലയിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ക്ലാസ്സുകളൊക്കെയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിപ്പോഴും ആ സ്നേഹം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ട്രോളുകളുള്ളത് കണക്കധ്യാപകർക്കെതിരായിട്ടാണ്. ഇപ്പോൾ കണക്കധ്യാപകരുടെ ട്രോളുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ മിക്കവാറും കാണാം. ഒരു കണക്കധ്യാപകർ ഒരു വഴി ചോദിച്ചു. അപ്പോൾ പഴയ പഠിപ്പിച്ചൊരു കുട്ടിയാണ് പറഞ്ഞത്, നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞ് 45 ഡിഗ്രി പോയി കഴിയുമ്പോൾ അവിടെ ഒരു സൈൻ 45 ഉണ്ടാവും, അതിൻ്റെ അടുത്ത് മറ്റടുത്ത് ഇങ്ങനെ. അപ്പോൾ അത്രമാത്രം വളരെയധികം, കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെ ഒന്നാമത് പൊതുവേ വെറുപ്പോടുകൂടി കാണുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാത്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് അന്നത്തെ ഇതിലിരിക്കുന്ന കുറേയധികം ആളുകളിലെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും ആ മാർക്കുകളൊക്കെ. 50-ൽ 48-ഉം 49-ഉം 50-ൽ 50-ഉം വാങ്ങിച്ച കുറേയധികം മുഖങ്ങളും ഒക്കെ ഉണ്ടാകും. അത് വളരെ കുറഞ്ഞു പോകുന്നതും ഉണ്ടാകും. കാരണം ചിലർക്ക് എല്ലാവർക്കും ഒരേ വിഷയം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കണക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ഇഷ്ടമാണ് നമ്മൾ തമ്മിലുള്ള ഇഷ്ടം. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഒരു ബാലികേറാമല അല്ലെങ്കിൽ കീറാമുട്ടി എന്നൊക്കെ ഉള്ള വാക്കുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ തീരെ പ്രയാസമുള്ള വിഷയത്തെ നിങ്ങളുടെ കയ്യിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടു, അതിനോടൊപ്പം തന്നെ എന്നെയും ഇഷ്ടപ്പെട്ടു. പൊതുവെ ഇത് വിരോധം വരുന്നത് അങ്ങനെയാണ്. ആ വിഷയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടില്ല. പൊതുവെ മാത്സുകാരോട് ഒരു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം തന്നിട്ട് പോകുന്നവരാണ് മാത്തമാറ്റിക്സുകാരെന്നാണ്. പ്രോബ്ലം സോൾവിങ് ആണല്ലോ മാത്തമാറ്റിക്സ്. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി തന്നിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി തരുന്നു, ഇത് ചെയ്യൂ. ഏത് സമയത്തും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന PT പീരീഡിൽ കയറി വരുന്ന മാത്സ് അധ്യാപകരെയും ഒക്കെ നിരന്തരം കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ സമയത്ത് കയറി വരുമ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടി വളരെ വളരെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്സിനെ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹമാണ് ഇന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരിയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വെറും കൃത്രിമമായി ഉണ്ടാക്കിയ പുഞ്ചിരിയല്ല എന്ന് 100% ബോധ്യമുള്ളവനാണ് ഞാൻ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം, ഞാനെപ്പോഴും അഹങ്കാരത്തോടു കൂടി പറയാറുണ്ട്,
ഇവിടെ ഈ നാട്ടിലുള്ള കുട്ടികൾ രക്ഷിതാക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ അവരെ ഇത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനെന്ന്. കാരണം അത് അത്രമാത്രം ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സന്ദർഭത്തിൽ കിട്ടുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുവാനും അതിനൊക്കെ കാരണക്കാരും നിങ്ങളും നിങ്ങളുടെ അനിയന്മാരും നിങ്ങളുടെ മൂത്ത ആളുകളും ഒക്കെ തന്നെ ഉണ്ടാകും. ഏതായാലും വളരെ സന്തോഷം നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ കൃത്യമായിട്ട് ഒട്ടുമുക്കാലും കുറേയധികം ആളുകളെ ഇപ്പോൾ കാണുന്നവരുണ്ട് കേട്ടോ. അഷ്റഫ് ഇപ്പോൾ കുറേ പേരെ ഇപ്പോഴാണ് കാണുന്നത്. കാരണം ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയവരും ഒക്കെ ഉണ്ടാവും. ബാക്കി ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാറുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. സജിനയുടെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാപ്പുവൊക്കെ കാണുമ്പോൾ ചോദിക്കും സജിനയുടെ. കാരണം ഒരു പ്രത്യേകമായിട്ട് അന്നത്തേക്ക് എപ്പോഴും ഓടി വന്ന് സംശയങ്ങൾ ചോദിക്കലും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കുറേ കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിട്ടു. അപ്പോൾ ഏതായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം, വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ ഇടയിൽ കുറേയധികം ആളുകൾ എല്ലാവരും നല്ല നിലയിലായിരിക്കും. ഞങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ പൊസിഷനുകൾ. ഞങ്ങൾക്ക് അറിയാവുന്ന പൊസിഷനുകൾ ജംഷീറിൻ്റെയും സയ്യാഫിൻ്റെയും അഫ്സലിൻ്റെയും റഫീഖിൻ്റെയും ഒക്കെ പൊസിഷനുകൾ അറിയാം. അപ്പോൾ എല്ലാവരുടെയും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് എന്താണ്, എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള വിവരങ്ങൾ. പിന്നെ എൻ്റെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്കറിയാം. മഞ്ജു ടീച്ചർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇയറിലാണ്, അടുത്ത 2026 റിട്ടയർ ചെയ്യും. ഒരു വർഷം കൂടി ഉണ്ട്. പിന്നെ 2 പെൺകുട്ടികളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. മൂത്ത ആളിപ്പോൾ ഡോക്ടറേറ്റ് ഇതുപോലെ PhD കഴിഞ്ഞു. അവളിപ്പോൾ പിന്നെ ദേവഗിരി കോളേജിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് വലിയ ആൾ. ചെറിയ ആൾ CA പാസ്സായി ഇപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ 2 പെൺകുട്ടികളും. പിന്നെ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു. മരുമകനും ഇതുപോലെ പിന്നെ ഒരു എഞ്ചിനീയർ, ഷബീബിനെ പോലെ എന്തോ ഒരു എഞ്ചിനീയറാണ്. ഷബീബ് പിന്നെ ബിടെക് കഴിഞ്ഞു. ബിടെക് ബിരുദധാരികൾ വേറെ ആരാ ഷബീബ് അല്ലാതെ? ബിടെക്കുകാർ ഷബീബ് ആരാ? ജാസർ ജവാസും. ഓക്കെ. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നമ്മുടെ റഷീദ് മാഷിൻ്റെ പിന്നെ അതെ. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എൻ്റെ മകളുടെ ടീച്ചർ കൂടിയാണ് ഷർബീന അല്ലേ? ഷർബീന. അപ്പോൾ PMAയിലായിരുന്നു അവർ പഠിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ മാഷിൻ്റെ മകളെ പഠിപ്പിച്ച ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ എൻ്റെ പേരൻ്റാണ്. അപ്പോൾ ഞാൻ പേരൻ്റാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ നിങ്ങളുടെ ഈ കൂടിച്ചേരില്ല. പിന്നെ കുറച്ച് വൈകി എന്നെങ്കിലും സാരമില്ല. കാരണം 25 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഏതാണ്ട് ഇപ്പോൾ ഈ ഏജ് വെച്ച് മധ്യവയസ്കരെന്നൊന്നും പറയാൻ പാടില്ല. കാരണം അതൊന്നും പറയാൻ പാടില്ല. ഇപ്പോൾ പിള്ളേർ തന്നെയല്ലേ. നമ്മളൊക്കെ പിള്ളേരുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട കേട്ടോ ഇല്ലേ? അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇവരുടെ കൂടെ ഒക്കെ കൂടി നടക്കുന്നതിൻ്റെ കാരണം അറിയാമോ? അല്ലെങ്കിൽ ഇവരെല്ലാം പറയുക അയാൾ പ്രായം ചെയ്ത് 58 വയസ്സ് കഴി എവിടെയെങ്കിലും മൂലയ്ക്ക് കൂട്ടിയിരുത്തേണ്ടതെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നെ അഫ്സലിൻ്റെ ഒക്കെ തോളത്ത് കൈയിട്ട് കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചുറ്റും നടക്കുന്നത്. കാരണം ആളുകൾ കാണുമ്പോൾ അഫ്സലിൻ്റെ കൂടെ പഠിച്ചതാണെന്ന് വിചാരിച്ചോട്ടെന്ന് വെച്ചിട്ട് അഫ്സലിനോട് ചോദിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചതാണോ എന്നെ പഠിപ്പിച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, അഫ്സലിൻ്റെ തോളത്തൊക്കെ 4 പേര് കൂടി നിന്നെടുത്ത് പെട്ടെന്ന് തോളത്ത് കൈയിടും. മറ്റുള്ളവർ വിചാരിക്കേണ്ട ഇയാൾ വലിയ ഇത്ര ഒത്തിരി ഇതായുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് അഫ്സൽ മാറി നടക്കാൻ നോക്കും എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ. പിന്നെ പഴയ കണക്കൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓടാൻ പോവാണ്. അവിടെ ഇരിക്കുക 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്തായാലും പേനയും ഒക്കെ ഇല്ലേ? എംപോസിഷനൊക്കെ എഴുതാനുള്ള വീട്ടിൽ പോയിട്ടൊന്ന് എഴുതിക്കൊണ്ട് വരാനൊക്കെ കഴിയത്തില്ലേ? ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ടൈപ്പിംഗ് ആണ് ഇല്ലേ? അത് വേണ്ട. ഏതായാലും വളരെ സന്തോഷം. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ സനിയയും ഒക്കെ വീട്ടിൽ വന്നിരുന്നു. പിന്നെ അവരുടെയൊക്കെ സന്തോഷങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫീൽഡിലൊക്കെ വീണ്ടും ഇങ്ങനെ ഓരോന്നിൽ ഇറങ്ങാനായിട്ടുള്ളൊരു ശ്രമത്തിലൊക്കെയാണ്. പിന്നെ ഒന്ന് വേണ്ടെന്നൊക്കെ വെച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. ഇതിൻ്റെ പിന്നെ ഈ കൂടിച്ചേരലിന് എല്ലാവിധ ഭാവുകങ്ങളും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 10-35 പേരെ ഇപ്പോൾ തന്നെ ഇവിടെ കൂട്ടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചെറിയ കൂടലല്ല. അതൊരു ചെറിയ കൂടലല്ല. കാരണം 35 പേരിൽ പിന്നെ ഈ ഒരു 5-10 പേര് പോലും പുറത്തായതുകൊണ്ട് വരാത്തവരാണ്. അപ്പോൾ അമേരിക്കയിലുള്ള പിന്നെ സജീറയും അവരൊക്കെ വരാൻ കഴിയാത്തൊരവസ്ഥ.
ഇപ്പോൾ ജസീം ഇസാനൊക്കെ ഇതിനു വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മനസ്സ് ഭയങ്കരമല്ലേ. ജസീം ഇസാനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സജീവ സാന്നിധ്യമാണ് നമ്മുടെ നാട്ടിലെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാന്നിധ്യങ്ങൾ, നിങ്ങളുടെ സ്നേഹങ്ങൾ ആ ഒരു കൂടിച്ചേരലിലൂടെ ഇനിയും തുടരണം. നിങ്ങളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം പൊതു കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ബാച്ചുകാർ മൊത്തമായിട്ടും നിങ്ങളുടെ ക്ലാസ് ബാച്ചുകളും ഒക്കെ ഇടപെടുന്നുണ്ടാകാം. ഏതായാലും അത് തുടരുക. നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ, ഒരിക്കലും ദോഷമുണ്ടാകില്ല. നമ്മൾ ചെയ്യുന്ന നന്മകൾ അതൊരിക്കലും നമുക്ക് തിരിഞ്ഞു കുത്തില്ല. നമുക്കെന്നും അതിൻ്റെ ഗുണം കിട്ടും. നമ്മൾ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, പ്രതിഫലം ഇല്ലാതെ തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണ്. പക്ഷെ നമുക്കതിൻ്റെ പ്രതിഫലം ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ മനസ്സ് അതുണ്ട് എന്നറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ വീണ്ടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ മനസ്സ് ഒരിക്കലും, ഈ മനസ്സ് കൂടിച്ചേരൽ, ഈ നന്മകൾ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ ഈ പൊതു താല്പര്യത്തിന് വേണ്ടി കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ഇപ്പോഴത്തെ പല കൂടിച്ചേരലുകളും പലപ്പോഴും കൂടിച്ചേർന്നു അവിടെ അവസാനിച്ചു, അല്ല ഒരുപക്ഷെ എന്തെങ്കിലും കുറേ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. അതിനേക്കാൾ ഉപരി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ കൂടെയുള്ളവരിലെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും ചേർത്ത് പിടിക്കാനോ ഒക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരാണ് നിങ്ങളുടെ ടീം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ, ആ മനസ്സ് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂടിച്ചേരലിൻ്റെ നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് എന്നാലും ഭയങ്കരമാണ്. സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി നമുക്കിതിനകത്ത് കൂടി ചേർക്കാം. അന്നേരം ഏതായാലും വളരെ സന്തോഷം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അജയ് മാഷയൊക്കെ അന്നത്തെ ഇമ്പോസിഷനും കിട്ടിയ അടിയൊക്കെയാണ് ശരിക്കും ഇന്ന് അടി തെറ്റാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാണ്. ഞാനൊക്കെ പിന്നെ ആ ദേഷ്യം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കുട്ടിയെ കുറച്ച് ഇമ്പോസിഷനൊക്കെ കൊടുക്കും. ബ്രൈനോട് ചോദിച്ചപ്പോൾ ബ്രൈൻ കണ്ടമാനം കൊടുക്കേണ്ടതാണ്, ഓട്ട തീർന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പകരം വീട്ടി പോകുന്നുണ്ട്. ഇമ്പോസിഷൻ ഒരു നല്ല ഐറ്റാണെന്ന് സർ മനസ്സിലായിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര റെസ്പോൺസാണ് ശരിക്കും. അപ്പോൾ ഞാൻ 500-1000 ഒക്കെ കൊടുക്കും ഇപ്പോൾ പറഞ്ഞ മാതിരി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു കുറച്ച് കണ്ണിച്ചോരൊക്കെ ഉള്ളതുകൊണ്ട് 50 ആക്കിയിട്ട് ശരിക്കും എനിക്ക് അജയ് മാഷ എന്ന് ഓർമ്മയുള്ള വെച്ചാൽ ഈ ലോഗരിതം പഠിക്കണം എന്നാണ്. അന്നങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ സർ. ഇപ്പോൾ കുറേ പിന്നെ ടച്ച് കുറേ വിട്ടാണ്. അന്ന് ഒരു കാറിൻ്റെ വില കാണാനാണ് ഉള്ളത് ചോദ്യത്തിലെ. അവസാനം എനിക്കതിന് ഉത്തരം കിട്ടിയത് 3.56 എങ്ങാനാണ് ഉത്തരത്തിൽ കിട്ടിയത്. പിന്നെ എനിക്കൊണ്ട് ഈ ലോഗരിതം ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ ആക്ച്വൽ വാല്യൂ കാണണം, അത് കണ്ടില്ല. അപ്പോൾ അതിനാണ് എനിക്ക് വലിയൊരു മാർക്ക് പോയത്. പിന്നെ വിളിച്ച് ചോദിച്ചു, തനിക്ക് എവിടെ നിന്നാണോ 3 രൂപ 56 പൈസക്ക് ഒരു കാറ് മേടിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒറ്റ കണ്ടാലേ 3 ലക്ഷം റുപ്യേൻ്റെ ഒരു വാല്യൂ അതിന് കിട്ടുള്ളൂ. അപ്പോൾ അത് ലോഗരിതം നമ്മളൊരു മനസ്സിലുണ്ട്, കുറേ പറയാനുണ്ട്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ എത്തിയോ വൈദ്യ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ സ്കൂളിൻ്റെ ഒരു ഗ്ലാമർ താരാണ് ഞങ്ങളുടെ വൈദ്യ മാഷ്. ക്രോക്കഡൈൽ ആൻഡ് മങ്കി എന്നുള്ള പാഠം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നുണ്ട്. മങ്കി ആപ്പിൾ നിന്ന് ചൊറുക്ക് കൂടിയ കഥയൊക്കെയാണ് ഞങ്ങളന്ന് കേട്ടത്. നമ്മളടുത്ത ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ മുമ്പ് ഒരു ചെറിയ വോയിസ് അജയ് മാഷ് ഇവിടെ ഒരു ഓർമ്മ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില തീയതികൾ നമ്മുടെ മനസ്സിനെ കൊളുത്തി വലിക്കും. 2025 പിറക്കുന്നതിന് മുമ്പ് 25 വർഷങ്ങൾക്ക് ശേഷം 1999 ഓർത്തെടുക്കുകയും പറിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പകലിന് സാക്ഷിയാകാൻ ഇനി 2 ദിവസം മാത്രം.
2024 ഡിസംബർ 28 ശനിയിലേക്ക് മണിക്കൂറുകളുടെ ദൂരം മാത്രം. വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയുടെ വീരപരിവേഷത്തെ അനുസ്മരിക്കുന്ന വിധം വടക്കൻമലയെ പ്രകമ്പനം കൊള്ളിച്ച, വടക്കൻമലയെ പ്രകാശമാനമാക്കി ജ്വലിപ്പിച്ചു നിർത്തിയ 99 ബോയ്സിനെ നിങ്ങൾ കണ്ടുക. പ്രിയപ്പെട്ട അധ്യാപകൻ അപകടം പറ്റി കിടപ്പിലാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് നെഞ്ചുപൊട്ടി കണ്ണീർ വാർത്ത് ഹാപ്പ തീവണ്ടിയും പ്രതീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കൊതുകുകടിയും കൊണ്ട് ചോരക്കളികൾ കളിച്ച് കോട്ടയത്തിന്റെ പ്രാന്തപ്രദേശമായ പന്തളത്തേക്ക് ഏകദേശം 300 കിലോമീറ്ററിലധികം ദൂരം താണ്ടിക്കടന്ന് ലക്ഷ്യം സാക്ഷാത്കരിച്ച 15 വയസ്സ് പ്രായമുള്ള 99 ബോയ്സിനെ നിങ്ങൾ കണ്ടുക. മൈസൂരിലേക്കുള്ള സ്കൂൾ ടൂറിൽ പിശുക്കിന്റെ രാജാവായി നിന്ന ചെക്കന്മാർ 9 രൂപ 99 പൈസയുടെ കൂളിംഗ് ഗ്ലാസും വാങ്ങി വെച്ച് വിലസി നടക്കുന്നതിനിടയിൽ ഏതോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് രൂപ വിതറി മിഠായി പൊതികൾ വാരിയെറിഞ്ഞ 99 ബോയ്സിനെ നിങ്ങൾ കണ്ടുക. മൊയ്തുവാക്കാന്റെ പെയിന്റടിച്ച പൊറാട്ടക്കുമേൽ ഒട്ടിപ്പിടിച്ച 99 ബോയ്സ് പഹയന്മാർ. ഹമീദിന്റെ മിഠായി കുപ്പിയിൽ കൈയിട്ട് വരുമ്പോൾ ഊരാക്കുടുക്കിൽ കൈ കുടുങ്ങിയ 99 കൊച്ചുണ്ണിമാർ. യൂത്ത് ഫെസ്റ്റിവൽ ദിവസം ചെമ്മലർ മുസമ്മിൽ കേൾക്കാനും അഖില ചരാചര ആസ്വദിക്കാനും ഹൊറർ സിനിമകളിലെ കുതിര ചീറുന്ന ശബ്ദം കേട്ട് കൈയടിക്കാനും ഒരു കോളേജും വാങ്ങി നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്ന 99 ബോയ്സിനെ നിങ്ങൾ കണ്ടുക. 1000ഉം 500ഉം ഇമ്പോസിഷൻ എഴുതുമ്പോഴും ഒരിറ്റ് കണ്ണീർ പോലും വീഴാതെ മനക്കരുത്തോടെ എഴുതി തീർത്ത 99 ബോയ്സിനെ നിങ്ങൾ കണ്ടുക. വളഞ്ഞു വളഞ്ഞ് ഉയർന്നു പോകുന്ന ചൂരലുകൾക്ക് മുമ്പിൽ യാതൊരു കൂസലുമില്ലാതെ വലത് കൈ നീട്ടിക്കൊടുത്ത് വേണ്ടി വന്നാൽ തിരിഞ്ഞു നിന്ന് അരക്ക് താഴെ ചാമ്പിക്കോന്നും പറഞ്ഞ് ചൂടപ്പം പോലെ ചുട്ടടികൾ വാങ്ങിക്കൂട്ടിയ 99 വൈബ് പയ്യൻസിനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുക. കാണണമെങ്കിൽ വന്നോളി, പോന്നോളി, തിന്നോളി. ഞങ്ങളുടെ ഓർമ്മകളുടെ ഒരു ചെറിയ പരിച്ഛേദം അതിലുണ്ട്. ഏതായാലും വളരെ സന്തോഷം. വൈദ്യമാഷെ വളരെ സ്നേഹത്തോട് നല്ലൊരു കൈയോടെയോട് കൂടി വൈദ്യമാഷ നമുക്ക് ഇതിലേക്ക് വെൽക്കം ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ ബയോളജി ടീച്ചറായിരുന്ന ലീല ടീച്ചർ നമ്മോട് സംസാരിക്കും. റഫീഖ് എപ്പോഴും പറയും ടീച്ചറെ, അതായത് എന്ത് മീറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും ലീല ടീച്ചർ വിളിക്കാത്തൊരു മീറ്റ് നമുക്കില്ല കേട്ടോ. എപ്പോഴും അത് ഓർമ്മിപ്പിക്കും റഫീഖ്. ഏതായാലും സന്തോഷത്തോടെ ടീച്ചറെ ക്ഷണിക്കും. പ്രിയ സഹപ്രവർത്തകരെ, പ്രിയമുള്ള കുട്ടികളെ, ഈ മുൻപിൽ ഒരു വരദാനി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രയാസം എനിക്ക്. എന്താ വരദാനി എന്നറിയാലോ? ഇവിടെ ഒരു അതില്ലാതെ കൊണ്ട്. അപ്പോൾ ഞാൻ വീണാലും പിടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എൻ്റെ മക്കളെ വേണ്ട. അജയ് മാഷുടെ പ്രസംഗത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടു. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ നാട്ടുകാരിയല്ലല്ലോ. എൻ്റെ വീട് ഫറൂഖ് കോളേജിനടുത്താണ്. അപ്പം നിങ്ങളുടെ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാനും അനുഭവിക്കാനുമുള്ള യോഗം എനിക്കില്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം തോന്നുന്നു. ശരിക്കും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്ത് സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ അനുഭവിച്ചാലേ ഞങ്ങൾക്കത് അറിയുള്ളൂ. ശരിക്കും ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നല്ല നിലയിലെത്തി ഇങ്ങനെ നാടിനും സമൂഹത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു കേൾക്കുമ്പം എന്തോ ഒരു നിർവൃതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കേട്ട് കാണും Max 7 എന്ന് പറയുന്ന എക്സസൈസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയില്ല. നമ്മളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ സലാഹുദ്ദീനാണ് അതിൻ്റെ ഓർഗനൈസർ. സലാഹുദ്ദീൻ ഇതിൽ ക്യാപ്റ്റൻ ആയി റിട്ടയർ ചെയ്തു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഓർഗനൈസ് ചെയ്ത ഒരു എക്സസൈസ് ഗ്രൂപ്പാണ് Max 7. ഈ സലാഹുദ്ദീൻ 1986 നമ്മളുടെ SSLC ബാച്ചാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ സലാഹുദ്ദീൻ ഈ സലാഹുദ്ദീൻ ആണ് Max 7 എക്സസൈസിൻ്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഞാൻ Max 7 എക്സസൈസിന് പോകുന്നുണ്ട് ഇപ്പോൾ 2 മാസമായിട്ട്. അത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ
ഈ സലാഹുദ്ദീൻ നമ്മളുടെ ഫറൂഖ് കോളേജിനടുത്തുള്ള അൽഫാറൂഖ് സ്കൂളിൽ അവിടെ ഒരു മെഗാ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ സലാഹുദ്ദീൻ വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. അവൻ വരുന്നു എന്ന് കണ്ടുകൊണ്ട് പോയതല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും എക്സസൈസ് അവിടെ വെച്ച് ഒന്ന് ചെയ്തു. അങ്ങനെ സലാഹുദ്ദീനെ കണ്ടു. അപ്പോൾ ആ കാണുമ്പോഴും അവരോട് വർത്തമാനം പറയുമ്പോഴും ഒക്കെയുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ശരിക്ക് രാവിലെ 5:45 അവിടെ എത്തി. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാര്യം കൂടി പറയാം, പോകുന്ന വഴിക്ക് അന്ന് ഇരുട്ടായിരുന്നു. രാവിലെ പോകുന്ന വഴിക്ക് ഞാനൊരു ചെറിയ വീഴ്ച വീണു, കാലിന് മുറിവ് പറ്റി. പക്ഷെ ആ മുറിവൊന്നും കണക്കാക്കിയില്ല. എക്സസൈസൊക്കെ ചെയ്തു, സലാഹുദ്ദീനെയൊക്കെ കണ്ടു, അവൻ്റെ ആദരവ് സ്വീകരിച്ചു. അതുമാത്രമല്ല, അനുമോദനങ്ങൾ കൊടുത്തു. അതിനുശേഷം ചായയും പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴിച്ചില്ല. ഞാൻ വീട്ടിലേക്ക് എത്തി, എനിക്ക് ചായ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ 8:30 വരെ അവൻ്റെ ആ എന്താ നമ്മുടെ രാജ്യത്തിനോടുള്ള അവൻ്റെ ആ നന്ദി അറിയിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട് അങ്ങേയറ്റം നിർവൃതി അടഞ്ഞാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. വളരെ സന്തോഷത്തോടു കൂടി. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നയിക്കട്ടെ, ഉയർന്ന നിലയിൽ ഇതുപോലെയൊക്കെ എത്തിയിട്ട് കാണുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വയ്യ. ശരിക്ക് അത്രയ്ക്കും സന്തോഷവതിയായിട്ടാണ് ഞാനന്ന് തിരിച്ചു പോയത്. അതേപോലെ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറയുകയും ചെയ്തു, ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവർക്കും അതിശയം, അവനും കുറേ പ്രായമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് 1986 SSLC കഴിഞ്ഞത്. അപ്പം ആ പ്രായ വ്യത്യാസത്തിന് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ എത്രയൊക്കെ ഉയരത്തിലേക്ക് എത്താൻ കഴിയോ അത്രയൊക്കെ ഉയരത്തിലേക്ക് എത്തുക. അതേപോലെ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ, ഏത് താഴ്ന്ന നിലയിലുള്ളവരായാലും ഏത് ഉയർന്ന നിലയിലുള്ളവരായാലും അവരെ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മൾ എന്താ പറയുക സഹായിക്കുകയും, എല്ലാവർക്കും സഹായമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സാമ്പത്തികമല്ല ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിയുന്നത് ചെയ്യുക. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പിന്നെ എന്താ പറയാനുള്ളതൊക്കെ അജയ് മാഷ് പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അജയ് മാഷ് പറഞ്ഞതുപോലെ ഈ നാട്ടിലായിരുന്നു ഞാനെങ്കിൽ ഇതൊക്കെ ഞാനും എല്ലാം അറിയുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അധികം അകലെയൊന്നുമല്ല, ഫറൂഖ് കോളേജിനടുത്താണ് എൻ്റെ വീട്. ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മയിലെ കൂടി വിവരങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ അറിയും. അപ്പോൾ ഇന്നാൾ മിനിയാന്നോ നല്ലനാളോ മറ്റോ ഒരു വീടിൻ്റെ ഇത് നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളല്ലേ. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ കൂടി അറിഞ്ഞു. അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള പ്രൊഫസറായിരുന്നു, പ്രൊഫസർ മുജീബ് സാർ. ആ മുജീബിനോട്, ഞാൻ മുജീബെന്നേ പറയുള്ളൂ, മുജീബിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പോയിട്ടാണല്ലേ താക്കോൽദാനം ചെയ്തത്? എൻ്റെ കൂട്ടുകാരോടുകൂടി. അപ്പോഴാണ് അവരറിയുന്നത് ഞാൻ ഇവിടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്ന്. അറിയില്ല, ഞാൻ ടീച്ചറാണെന്നൊക്കെ അറിയാം, പക്ഷേ ഈ സ്കൂളിലായിരുന്നു, നമ്മുടെ കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരിക്കും ഭയങ്കര, മൂപ്പരെന്ന് പറഞ്ഞാൽ ഒന്നും തോന്നരുത് കേട്ടോ, ഞങ്ങൾ അയൽവക്കക്കാരാണ്. അപ്പം ഭയങ്കര സന്തോഷം. അജയ് മാഷെ പറ്റിയും PN മുഹമ്മദ് മാഷെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ടുപേരും അവിടുത്തെ HM ആയിട്ട് റിട്ടയർഡ് ചെയ്തവരാണ്, ആദ്യമേ എനിക്കറിയുന്നവരാണ്, എൻ്റെ സ്വന്തം ബ്രദേഴ്സിനെ പോലെയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ എത്രത്തോളം ഉണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അങ്ങനെ നന്മയുള്ള മക്കളായി നിങ്ങൾ തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ ബയോളജി ടീച്ചറായി വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു പകരക്കാരിയായിട്ടാണ് ഞാൻ ബയോളജി എടുത്തത്. കൗസല്യ ടീച്ചറായിരുന്നു അന്ന് ബയോളജി എടുത്തുകൊണ്ടിരുന്നത്. ചില അവിചാരിത കാരണങ്ങളാൽ ടീച്ചർക്ക് ആ കൊല്ലം ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അവറാൻകുട്ടി മാഷ് എന്നോട് പറഞ്ഞു,
ടീച്ചർക്ക് ഒന്ന് എടുത്തു കൊടുത്തുകൂടെ? 10A ബയോളജി ഇപ്പം ക്ലാസ് എടുക്കാതെ പോവുകയാണ്, കൗസൽ ടീച്ചർ ഇനി വരണമെങ്കിൽ കുറേ കഴിയും. അങ്ങനെ എക്സ്ട്രാ ക്ലാസ്സായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെയൊക്കെ ക്ലാസ് എടുത്തു തന്നത്. ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം അങ്ങനെയാണെന്ന്. അത് റഫീഖ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് റഫീഖിനോട്. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു എന്നേ പറയാനുള്ളൂ. പിന്നെ അജയ് മാഷ് പറഞ്ഞ പോലെ എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ മകനാണ്, എൻജിനീയറാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യയും എൻജിനീയറാണ്, ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽഡാണ്. ക്രിസ്മസ് വെക്കേഷന് വന്നിരുന്നു, മിനിയാന്നാണ് തിരിച്ചു പോയത്. 2ാമത്തെ ആൾ മകളാണ്, അവൾ ഡോക്ടറാണ്, ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവളുടെ ഭർത്താവ് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. അതാണ് എൻ്റെ ഫാമിലി ഹിസ്റ്ററി. ഹസ്ബൻഡ് റിട്ടയർഡ് ടീച്ചറാണ്, എന്നെ പോലെ തന്നെ ഫറൂഖ് ഗണപതിലായിരുന്നു. അവസാനം ITI സ്കൂൾ പ്രോജക്റ്റിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. നിങ്ങളുടെ ഈ സ്നേഹസംഗമത്തിനും അതേപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് നിങ്ങളെ വന്ന് കാണാനുള്ള ആരോഗ്യവും ആഗ്രഹവും നിറവേറ്റാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹലോ, ഹലോ പ്രിയമുള്ളവരെ, ഇപ്പോൾ അജയ് മാഷ് അതുപോലെ തന്നെ ലീല ടീച്ചറൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള എല്ലാവരും അവരവരുടെ മേഖലയിലെ പ്രതിഭകളാണ്. കാരണം പിന്നെ ഞാനും ജസീമൊക്കെ ഇവിടെ ഇങ്ങനെ നാട്ടിലുണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങാടിയിൽ ഓടി പാഞ്ഞ് നടക്കുന്നതുകൊണ്ട് മാഷ് എപ്പോഴും ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജസീമ് പിന്നെ എനിക്ക് തോന്നുന്നത് ജസീമിൻ്റെ മേഖലയിലെ ഡോക്ടറാണ്. കാരണം ഒരു 10-50ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുക ഒരു വലിയൊരു എൻ്റർപ്രണർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഷഫീഖ് മൊബൈൽ മേഖലയിലെ വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊന്നും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് പെൺകുട്ടികളാണെങ്കിലും അവരവരുടെ മേഖലയിലെ പ്രതിഭകളാണ് ഈ ക്ലാസ്സിലുള്ള എല്ലാവരും. പിന്നെ കരീമുണ്ട്, കരീമിനെ നിങ്ങൾ അറിയായിരിക്കും. ഇവിടെ പിന്നെ കൊട്ടപ്പുറത്ത് ഒരു വലിയൊരു ഹാർഡ്വെയർ ഷോപ്പ്, പിന്നെ അതിലൊരുപാട് ജോലിക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ മേഖലയിലെ പ്രതിഭകളാണ്, ഡോക്ടർമാരാണ്. കാരണം ചിലപ്പോൾ അജയ് മാഷക്ക് അവരൊന്നും പിന്നെ കണ്ടോളണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെ നമ്മൾ പലപ്പോഴും മുഖ്യധാരയിൽ അവരുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പിന്നെ വേറെയും കുറേ പേരുണ്ട്. പിന്നെ അവരവരൊപ്പം പിന്നെ ഇവിടെ നിന്ന് വന്ന് വലിയൊരു കർഷകനാണ്, ഇഞ്ചി കർഷകനാണ്. പിന്നെ അല്ല, അഷ്റഫ് വയനാട്ടിൽ നിന്ന് വന്ന. അപ്പോൾ വലിയ ആളുകളാണ് ഈ പിന്നെ ഞാൻ പറഞ്ഞത്. കുട്ടികളാണെങ്കിലും അവരവരുടെ മേഖലയിലുണ്ട് എന്ന് പറയാണ്. ഏതായാലും ഈ പിന്നെ കാരണം അവരത് പറഞ്ഞോളണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഏതായാലും പിന്നെ നമ്മുടെ UP ക്ലാസ്സിൽ നമ്മളെ എന്താണെന്ന് അറിയില്ല, ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, പിന്നെ ഇവിടെ കണ്ടില്ല ടീച്ചറെ. ഏതായാലും പിന്നെ ഞങ്ങളൊക്കെ പോയി കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടീച്ചർ വന്നത്. കമർനീസ ടീച്ചറെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് കുട്ടികളെ എനിക്ക് വലിയത് പരിചയമുള്ളൂ കേട്ടോ. പലരെയും ഇവരൊക്കെ ഇവർ ഈ സയാഫ് ശരിക്കും 5ാം ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ഞാൻ 5ാം ക്ലാസ് മാത്രങ്ങളെ പഠിപ്പിച്ചു പോകുന്നുണ്ട് അല്ലേ? 7 എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല. അതുപോലെ 3ാം ക്ലാസ്സിൽ ചിലരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ താഴെ LPയിലായിരുന്നു ആദ്യം വേക്കൻസിയിൽ വന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ചാളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ കയറി. അപ്പോൾ ഞാനെപ്പോഴും ഓർക്കണതിന് എനിക്ക് SSC എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു. അത് പഠിപ്പിക്കാനാണ് ഭാഗ്യം കൊണ്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വരാണ്ടായൊരു അവസരം. അപ്പോൾ അതിലൊരു അന്നാകരീനീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ഈ നൗഷബൻ ഉണ്ടല്ലോ, നൗഷബൻ അറിയാലോ അല്ലേ ആരാന്ന്? അപ്പോൾ അന്നാങ്കരി നീന എന്ന് എഴുതി.
ഒരു ടോൾസ്റ്റോയിൻ്റെ ഒരു നോവലിൻ്റെ പേരിട്ട് ചോദിച്ചൊരു പരീക്ഷയ്ക്ക്. അപ്പോൾ എനിക്കിപ്പോഴും അതെപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. കുറേ കാലം ഞാൻ അവളെ കളിയൊക്കെ എഴുതണം. അന്നാങ്കരിനീന എന്നായിരുന്നു എഴുതിയത്, അന്നാ കരിനീന അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള കുറേ നമ്മളെ ഷാഹിദ അങ്ങനെ ആ ഒരു ബാച്ചായിരുന്നു അന്ന് 5-ലുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പിന്നെ ചിലരൊന്നും പേര് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ യു പിയിലും എൽ പിയിലും ഒന്നും പഠിപ്പിച്ചവരെ സാധാരണ ആരും ഇങ്ങനെയുള്ള മീറ്റപ്പിനൊന്നും വിളിക്കാറില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. അതിലെനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല പരിപാടികളും ഉണ്ടായിട്ടും മാറ്റി വെച്ചിട്ട് ഇതിൽ എന്തായാലും പങ്കെടുക്കണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒന്ന് രാവിലെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു, ശരിക്കും എൽ പിയിൽ പഠിപ്പിച്ചവരെയാണ് നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത്. അവരാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എൽ പി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യു പിയിലേക്ക് വരുമ്പോൾ അത് ഞാൻ എൽ പിയിലും യു പിയിലും പഠിപ്പിച്ചതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം. എൽ പിയിലുള്ളവരെ നമ്മളൊന്ന് മെരുക്കിയെടുക്കണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, വീട്ടിൽ നമ്മൾ ചെറിയ കുട്ടികളെ മെരുക്കണ ഒരവസ്ഥ. പിന്നെ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു പക്വതയൊക്കെ വന്നു അങ്ങനെയുള്ള ഒരു രൂപത്തിലേക്കാണ് വരിക. പക്ഷെ നല്ല പിന്നെ ഇപ്പോൾ ഷബീലിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അടുക്കായിട്ട് കുറേ ദിവസങ്ങളിൽ ഈ പല്ല് കാണിക്കാൻ വേണ്ടി പോകണോണ്ട് മൂപ്പരിങ്ങനെ നിൽക്കാതെ ടീച്ചറെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരെന്തോ പറയുന്നത്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവരോടും പറഞ്ഞു, ഇവരെന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എനിക്കിങ്ങനെ എന്നിട്ട് ആകരിച്ചോളല്ലോ, എന്താ പറയുക, അതിന് മാത്രമല്ലല്ലോ നമ്മളൊന്നും. നിങ്ങളെയൊക്കെ മുന്നിൽ നമ്മളൊക്കെ വളരെ ഒരു ചെറിയ ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. നമ്മൾ വലിയ സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ സന്തോഷം. അതുപോലെ സജിനൻ്റെ പിന്നെ സിറസ് കഫേയിൽ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ സജിനനെ കണ്ടു. അതിൻ്റെ മുമ്പ് ഒരു ദിവസം ഞങ്ങൾ റബിയ ടീച്ചറെ ഹൗസ് വാമിങ്ങിന് അല്ലേ അങ്ങനെ 1-2 പ്രാവശ്യം സജിനനെ കണ്ടു. പിന്നെ ജംഷീറ ഇവരങ്ങനെ 1-2 ആളുകളൊക്കെ ചില ആളുകളെ പിന്നെ കുറച്ച് അടുത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഇതിൽ മിക്സഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പോയി സയാഫോടെ ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോൾ മുമ്പേ എപ്പോഴും കാണുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പഠിപ്പിച്ച ഒരു ഇതിലില്ലല്ലോ. ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിച്ചത് 5-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്. പിന്നെ ഇതിൽ പലരെയും പേര് പറയാം. പിന്നെ ഷബീബ് വന്നിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ടീ ആണോ എന്ന് എനിക്ക് പെട്ടെന്ന് അതൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ ഓർമ്മയിൽ വരുന്നുണ്ട് വേഗം പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഏതായാലും വളരെ സന്തോഷം നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ കണ്ടതുകൊണ്ട്. പിന്നെ അജയ് മാഷ് പറയണ മാതിരി കുറേ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ മാഷോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നൗഷബക്കൊക്കെ മാത്സിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഫുൾ മാർക്ക് തന്നെ ഇവിടേക്കൊക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെ ആ അടി ഇമ്പോസിഷൻ ഇതിൻ്റെ കനങ്ങനെ ഇടയ്ക്ക് ഞാൻ പല മീറ്റിങ്ങുകളിലും പറയാറുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം മാഷോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ആ ക്ലാസ്സിലൊന്നും ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. പലപ്പോഴും ഈ വാതിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോകുമ്പോൾ അവിടെ ഒന്ന് നിന്നാലോ എന്നൊക്കെ തോന്നും. ക്ലാസ്സിൽ കയറി ഇരിക്കാൻ വയ്യല്ലോ, ടീച്ചറായി പോയില്ലേ ഇവിടുത്തെ. അപ്പോൾ അതെന്താ നിങ്ങൾ ഈ കൊടുക്കണ മാന്ത്രികത എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് മാഷ് പിരീണമെന്ന് ഞാൻ പ്രത്യേകം അതെന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ക്ലാസ്സിലൊന്ന് കയറി ഇരിക്കാൻ നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് താല്പര്യമുള്ള വിഷയം മാത്സ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ ബാച്ച് SS കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ SS പഠിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. കാലിദ് മാഷോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എനിക്ക് ഈ സാധനം തന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, കാലിദ് മാഷ പ്രിയപ്പെട്ട ശിഷ്യകളാണല്ലോ നമ്മൾ. അപ്പോൾ മാഷ് വിചാരിച്ചത് മാഷക്ക് ഇഷ്ടമുള്ളത് മാത്സും സോഷ്യലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് സോഷ്യൽ തന്നത്. അതോടുകൂടി പിറ്റത്തെ കൊല്ലം വേഗം പിന്നെ മാത്സ് തന്നെ ആയി ഫുള്ള്. അങ്ങനെ പിന്നെ മാത്സിൽ തന്നെയാണ് കൂടുതൽ മാത്സ്. പിന്നെ A+B² മറ്റതൊക്കെ മാഷ് പറഞ്ഞ മാതിരി ഒരുപാട് ട്രോളുകൾ. കഴിഞ്ഞ ദിവസം 6-ാം ക്ലാസ്സിലൊരു കുട്ടീനോട് ചോദിച്ചത്, അല്ല ടീച്ചർ എന്തിനാ നമ്മൾ A+B² ഒക്കെ പഠിക്കുന്നത്? അപ്പോൾ ഈ ട്രോള് കണ്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ A+B എത്തിയില്ലല്ലോ, അപ്പം പറയാമെന്ന് പറഞ്ഞു. നിങ്ങൾ ട്രോളി ഇങ്ങനെ വന്നതിൻ്റെ ബാക്കിയായിട്ട് ഒരാളായി ചോദിക്കണം. അപ്പോൾ എപ്പോഴും അതുപോലെ എല്ലാവർക്കും ഒരു ഇഷ്ടമില്ലാത്തൊരു വിഷയമായിട്ടാണ് പൊതുവേ മാത്സിനെ പറയാം. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനും നിങ്ങളെ ഒരു ജനറേഷനും പഠിപ്പിച്ചതിൻ്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൽക്ക് വേണ്ടി മാറേണ്ട ഒരു അവസ്ഥയിൽ. ഞാനൊക്കെ ഏകദേശം അതേ ഭാഷ പോലെ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇമ്പോസിഷനും നിൽക്കാതെ സ്പെഷ്യൽ ക്ലാസ്സും പിന്നെ PT പീരീഡൊക്കെ കയറുന്ന ഒരു ടീമായിരുന്നു. ഇപ്പോൾ 2-3 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് PT പീരീഡ് ആ ബൈക്ക് ഞങ്ങളാരും പോവില്ല. PT പീരീഡാണ്, PT മാത്രം. ആ വഴി ഞങ്ങൾ ആരും കയറലന്നില്ല. അതിൻ്റെ കുറച്ച് മുന്നേ വരെ ഒരു പ്രയാസമില്ലായിരുന്നു. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും കുട്ടികളവിടെ ഇരുന്ന് വരും. ഇത് നമ്മൾ ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കിന് ഒരു വല്ലാത്തൊരു ശബ്ദമായിരിക്കും ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഓരോ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്മാറില്ലാതെ യാതൊരു നിവൃത്തിയില്ല. പിന്നെ പഴയ പോലെ സ്പെഷ്യൽ ക്ലാസ് വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊന്നും ഒരു മദ്രസ പണ്ടൊക്കെ കുട്ടികൾ ഇപ്പോൾ 4 മണിക്ക് ശേഷമാണ് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് നമ്മൾ തന്നെ പറയാം.
അത് എന്നിട്ട് ആ കുട്ടികൾ വീട്ടിൽ എത്തിയോന്നോ എത്തിയില്ലേന്നോ ഒന്നും നമുക്കൊരു പേടിയില്ല, അത് വിട്ടാൽ മതി. ഇപ്പം അങ്ങനെയല്ല, ബസ് വരുന്ന കുട്ടികൾ, അത് കാരണം തന്നെ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ യാതൊരു ഇതുമില്ല. ബസ്സിന് പിന്നെ ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇത്രയും കുട്ടികളെ ഞങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ പേരിലും പ്രശ്നം ഉണ്ടായി പല സമയത്തും. അങ്ങനെ ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സുകളുടെ എണ്ണം ഞങ്ങൾ കുറച്ചു. രാവിലെ വെച്ചാൽ രാവിലെ മദ്രസ്, ഉച്ചയ്ക്ക് വൈകുന്നേരം വെച്ചാൽ വൈകുന്നേരം മദ്രസ്, അല്ലെങ്കിൽ ബസ്. എന്നിട്ട് പിന്നെ എക്സ്ട്രാ പീരീഡുകൾ കയറില്ലാതെ ഒരു നിവൃത്തിയില്ല. അതാണെങ്കിലോ അപ്പോഴേക്ക് കുട്ടികളെ കണ്ണും മുഖമൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ ആ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്ന കുട്ടികളുടെ നമ്മൾ പോയി പഠിപ്പിച്ചാലുള്ള അവസ്ഥ എന്താ? അപ്പോൾ ആ ഒരു പഴയ ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു പോരായ്മ പോലെ തോന്നും. മുഴുവനൊന്നും നമ്മളൊന്നും പറഞ്ഞു കൊടുത്തില്ല, പഠിപ്പിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമുകളിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പരാതി പറയണത്. മാത്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. ചിലപ്പോൾ ഞങ്ങൾ തന്നെ പറയും, ഹൈസ്കൂളിലൊക്കെ പ്രത്യേകിച്ച് മാത്സ് എടുക്കുന്നവർക്ക് ശരിക്ക് സാലറി കൂട്ടി കൊടുക്കണം. ഒരു കാലത്തും തീരാത്തൊരു സാധനമാണല്ലോ. എത്ര പഠിപ്പിച്ചാലും അത് പോഷൻ തീരില്ല. നേരെ മറിച്ച് ലാംഗ്വേജൊക്കെ പഠിപ്പിക്കണവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും. UP-ലൊക്കെ ആയാലും അങ്ങനെ തന്നെ. അവർക്കൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓലിങ്ങനെ നമുക്കിങ്ങനെ വേണോ വയ്ക്കണ അവസ്ഥ. നമുക്കാണെങ്കിൽ എത്ര കിട്ടിയാലും തീരുമില്ല. അപ്പോൾ അന്ന് പഠിപ്പിച്ചവരാരെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ വിരോധം ഉണ്ടെങ്കിലും പുറത്താളിട്ടോ. SS-നോട് അത്രയൊക്കെ താല്പര്യം, എന്നാലും കഴിവിൻ്റെ പരമാവധിയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അന്നും കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിരുന്നു. ആ ഒരു പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ ഇങ്ങനെ അതേപോലെ. പക്ഷെ പിന്നെ ഇതുപോലെ തന്നെ കേട്ടോ, പുറത്തേന്ന് കാണുമ്പോൾ നേരത്തെ ജയമാഷ് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ കുട്ടികൾക്കാണ് ഇപ്പോഴും ഇതുള്ളത്, സ്നേഹമുള്ളത്. അതൊക്കെ അവരുടെ നന്മക്കായിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ മാതിരി ഇനി ഉണ്ടാകുമ്പോൾ നിങ്ങൾ LP-യിൽ പഠിപ്പിച്ച ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 4 വരെ കൊണ്ടുപോയ ക്ലാസ് ടീച്ചർമാരെയൊക്കെ ഒന്ന് ഓർക്കുക, അവരെയും കൂടി ഒന്ന് ക്ഷണിക്കുക. അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സന്തോഷമായിരിക്കും അവർക്ക്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും. ആ 2 വർഷം കൂടെ ഉണ്ട് ടീച്ചർക്ക് റിട്ടയർഡ് ആവാൻ. ഓക്കെ, പിന്നെ നമ്മുടെ വേദിയിൽ പിന്നെ വഹീദ് മാഷുണ്ട്. വഹീദ് മാഷ നിങ്ങൾക്കൊരു പിന്നെ നമ്മുടെ മനസ്സിൽ പലതരത്തിൽ വഹീദ് മാഷുണ്ട് അല്ലേ? വഹീദ് മാഷ ഇപ്പം നമ്മൾ കണ്ട വഹീദ് മാഷ പല പിന്നെ ആംഗ്യങ്ങളും നമ്മളെ മനസ്സിൽ ഉണ്ട്. പിന്നെ 2 മുഖമായിട്ടാണ്. ഒന്ന് രാവിലെ 7 മണി മുതൽ പിന്നെ ഒരു 9:30 വരെ വേറൊരു മുഖത്തിൽ മാഷമ്മക്ക് കാണാം, സ്കൂളിൽ നിന്ന് വേറൊരു മുഖത്തിൽ മാഷമ്മക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല, നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ പരിഗണിച്ചിട്ടാണ് മാഷ് കടന്നു പോകുക. അപ്പം മാഷ് ഒരു തട്ടലുണ്ട്, ഒരു അടിയാണ് തരും പിന്നിൽ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാഷായിരിക്കും. അപ്പോൾ ഏതായാലും അതൊക്കെ നല്ല ഓരോ സംഗതികളായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. വൈദ്യ മാഷെ ആദരപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നതിനോട് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ലീല ടീച്ചർ, പ്രിയപ്പെട്ട ജമാഷ, കമറുന്നീസ ടീച്ചർ, അതുപോലെ തന്നെ സജ്ജന, നമുക്ക് സജ്ജന പറയാൻ ഭയങ്കര ഹോട്ടൽ മുതലാളിയാണ്. സിറസ് ഞാൻ പോയിട്ടുണ്ട് പല പ്രാവശ്യം. അതിന് ആ പ്രാവശ്യം തന്നെ കുറച്ച് ആൾക്കാരുടെ കൂടെ ഉണ്ടായില്ല, ഒരു 3 ലക്ഷം തന്നെ കൊടുത്തിട്ട്. പിന്നെ അതിൻ്റെ ഇതൊന്നും കാണുന്നില്ല ഇപ്പോൾ. നിങ്ങൾ പലരും സന്ദർശിച്ചിട്ടുണ്ടാവും, പോകണം. ആ ഒരു സംഭവമാണ്, അത് കാണണം. നിങ്ങൾ ഒന്നും നിന്നില്ലെങ്കിൽ നിൽക്കില്ല, അവിടെ ഒന്ന് ഇരുന്നിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്ന് നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കണ്ട. പിന്നെ ഹലോ ഇതിൻ്റെ ശേഷം കുഴപ്പമില്ല, അതോ കുറച്ച് കൂടി സൗണ്ടിൻ്റെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഖം പരിചയമുള്ള, അതായത് പേര് ഓർമ്മയില്ല പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. ഇപ്പം ജസീം ഇഹ്സാൻ, പിന്നെ ഫാറൂഖി പോയോ, ജംഷീർ ഫാറൂഖി, എൻ്റെ മോൻ്റെ നിക്കാഹ് കഴിച്ച് ഇവരാണ്. അത് മാത്രം ഒരു വലിയ ഭാഗ്യമാണ്. അത് മാത്രമല്ല സ്റ്റേറ്റ് ഇതൊക്കെ കേട്ടോ, നിങ്ങളാ പറഞ്ഞതില്ല, നമ്മൾ ബഹുമാനിക്കണേ. പിന്നെ ജസീം ഇഹ്സാനെ പിന്നെ ഒരു മാപ്പിളപ്പാട്ടിന് ഒരുപാട് പ്രാവശ്യം കൊണ്ട് ഇവന് കിട്ടുമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ചില ഒന്നും കിട്ടൂല. പിന്നെ ഈ ഫസ്റ്റിലെ
കൊണ്ടോട്ടി സബ് ജില്ലൻ്റെ കിട്ടും. പിന്നെ അവിടെ ഉണ്ടായാൽ പിന്നെ എന്താ എനിക്കറിയില്ല. ഇപ്പൊ പാട്ട് പാടേണ്ട എനിക്കറിയാം, പാട്ട് പാടണം. അത് പാട്ട് പാടലുണ്ട്, നല്ല അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഇവരാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എനിക്കറിയാം, ഇവരൊക്കെ റഫീഖ് വലിയ നടനാണ്, നിങ്ങൾക്ക് അറിയത്. ഇവിടുത്തെ ജോലി ഒന്നുമല്ല, സൈഡാണ്. ഞാനൊരിക്കൽ ഏത് കടൽപ്പാലല്ലേ, കടൽപ്പാലം എന്ന നാടകത്തിൽ ഞാൻ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് റഫീഖോടെ കാണിക്കൂട്ടോ, ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കണം, പിന്നെ നല്ല അഭിനയം അഭിനയിക്കാണ് ഇവന്. ഞാൻ പഠിപ്പിച്ച റഫീഖ് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ ഇങ്ങനെ മാന്തിയൊക്കെ ഉണ്ട്, ഇതന്നെയാണോ. ഇവനൊരു ആക്കിയ ചിരിയുണ്ട് അതിൽ, നാടകത്തിൽ ഒരു ആക്കിയ ചിരി, ഭയങ്കര രസമുള്ള ഒരു ചിരിയാണ്. അത് നിങ്ങൾ മുമ്പിൽ എന്നോട് പറയിപ്പിച്ച് കാണിച്ച് തരാൻ പറയണം. ഒരു ഭയങ്കര, അത് ഒരു വലിയ എൻ്റെ മനസ്സിൽ അത് മുഴുവനും എപ്പോഴും ഉണ്ട്, എപ്പോഴും കാണുമ്പോൾ അതാ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് എനിക്കറിയാതെ ഇവരൊക്കെ പോയി ഞങ്ങളൊന്നും അറിയില്ലെന്നാണ്. ഇവർക്ക് പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ശരിക്കും ഇങ്ങനെ പേരെടുത്ത് വിളിക്കാനൊന്നും കഴിയാത്തത്. പിന്നെ അവിടെ ഇതൊക്കെ നമ്മൾ അറിയുന്ന കുട്ടികളാണ്, കുട്ടികളല്ല, ഇപ്പോൾ വലിയ വലിയ ആൾക്കാരാണ്, വളരെ ഉന്നതങ്ങളിൽ അവരൊക്കെ. അതെ, പക്ഷേ നിങ്ങളെ കണക്ക് പിടിപ്പിച്ച മറ്റേ ശ്രീകോണം സർവസമമാണെന്ന് തെളിയിക്കുക. എന്തിനാ തെളിയിക്കണേ? ഞാൻ പലപ്പോഴും അജമാഷ് ചോദിച്ചു, എന്തിനാ തെളിയിക്കുക? സർവസമം തന്നെയല്ലേ 3 വർഷങ്ങൾ. പിന്നെ അതൊന്നും തെളിയിക്കാൻ പ്രസ്താവന കാരണം തന്നെ മനുഷ്യനെ ഒരു ബുദ്ധിമുട്ടൊക്കെ. എനിക്ക് പിന്നെ ഇവിടെ എൻ്റെ വക്കീൽ സാർ ഉണ്ടില്ല, മൂപ്പര് എനിക്ക് മാത്സ് എടുത്ത് ഈ പ്രോഗ്രഷനൊക്കെ എന്നാ പദം ഞാൻ പറയും, എന്നാ പദം കാണാനൊക്കെ. ഇത് പിന്നെ എനിക്ക് ഞാൻ എന്നിട്ട് ഫാദറെ കാണുമ്പോൾ പറയും അവനൊരു 45-48 മാർക്കൊക്കെ 50 കിട്ടുന്നു. ഇവിടെ ഞാൻ അങ്ങനെ ജസ്റ്റ് പാസ്സാകുന്നു. അത് ഭയങ്കര മാത്സ് തിരിയാത്തവർക്ക് ആ പീരീഡ് നിങ്ങൾ പറഞ്ഞതില്ല, 2 പീരീഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ കാണാനാ. എന്താ കാരണം വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അതെല്ലാം ശ്രദ്ധിക്കേണ്ടി. ഓർക്ക് ഇത് പണ്ടറക്കൊക്കെ ഈ രണ്ടാമത് പിന്നെ രാജമാഷ ആയതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് അതാതിയിൽ അവതരിപ്പിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് അന്നത്തെ തല്ലേ ഉള്ളിനിട്ടോ, പിന്നെ തല്ലൊന്നുമില്ല, സ്നേഹത്തോടു കൂടിയാണ് ക്ലാസ്. എനിക്കും ഇങ്ങനെ ഒരു പൂതി ഉണ്ടായില്ല അജയമാഷ ക്ലാസ്സിൽ ഇരിക്കണം എന്നൊക്കെ. പക്ഷെ അത് പിന്നെ അതൊക്കെ മറ്റൊരു കണ്ണിട്ട് പേടിപ്പിച്ച് അജയമാഷ് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ മൂത്രയിക്കും. അങ്ങനത്തെ കാലം നിങ്ങൾക്ക് അറിയാം. അത് പിന്നെ എൻ്റെ ജൂനിയറായിട്ടാണ് അജയമാഷ് വന്നത്. പിന്നെ അജയമാഷ് ഇംഗ്ലീഷ് എടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞോണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ്, ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ അജയമാഷാണ്. അജയമാഷ് മാത്സ് എടുക്കണ മാതി അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ വരിക. എന്നിട്ട് പിന്നെ പറയും, മാഷ എനിക്കത് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇതിൽ ഇങ്ങനെ മിക്കവാറും ആൾക്കാർ ഞാൻ ഇംഗ്ലീഷാവും പഠിപ്പിച്ചിട്ടുണ്ടാകുക ഇവരെ. പിന്നെ ഞങ്ങൾക്കൊരു കൊളോസൽ ചേഞ്ച് ഉണ്ടായി. അതായത് ഞാൻ അറബിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ റിട്ടയർഡാണ് ബിഗ് മാഷായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികളെ നിലക്കിരുത്താൻ കഴിഞ്ഞിട്ടോ. ഈ ഉപദേശങ്ങൾ കൊടുക്കണമെങ്കിൽ അറബിക് മാഷാണോ, വേറെ ഉള്ളവർക്ക് കഴിയില്ല. അതായത് നമ്മൾ പറയുന്നത് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഇപ്പം നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓർമ്മാക്കണം. ഞാൻ പെട്ടെന്ന് നിർത്തിട്ടോ, നിങ്ങൾക്ക് നിർത്തണം തോന്നാൻ അപ്പം നിർത്തും. നിങ്ങൾ പറഞ്ഞാൽ മതി 10 മിനിറ്റ് മാഷേ ഇങ്ങനെ ചൊറിയണ്ട, നിങ്ങൾ നിർത്തിക്കാളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇത് വളരെ അന്നത്തെ ക്ലാസ് തന്നെ. ഈ ഖാലിദ് മാഷിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഖാലിദ് മാഷ് സോഷ്യൽ എടുത്തുകൊണ്ടാണ് ഞാൻ SS എടുത്തത്. കാരണം ആ ജാതി ക്ലാസ്സാണ്. പിന്നെ ചിലപ്പം പാടി പറയുന്ന ഒരു കഥയുണ്ടാവും, എനിക്ക് ഓർമ്മ ഉണ്ടായി ആ പുസ്തകത്തിൽ. അത് ഇങ്ങനെ പാടി പറഞ്ഞ് അത് എന്നാണെങ്കിൽ ഇപ്പം അവിടെ അടുത്ത് നോക്കാതെ. പിന്നെ പേടിയാണ്. ഖാലിദ് മാഷ് കണ്ണിന് തരാറുള്ളതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് പേടിപ്പിക്കാനുള്ള കണ്ണടയാണ്. എനിക്കിപ്പോഴും കണ്ടാൽ പേടിയട്ടോ. ഞാൻ കാര്യം പറഞ്ഞു, ആ കണ്ണട എടുത്തിട്ട് ആ ഭയങ്കര ഗ്ലാസ് ഇതിങ്ങനെ കണ്ണുകളിലെടുത്താൽ പിന്നെ മൂപ്പര് അടിക്കൊന്നും വേണ്ട, അതോട്ടൊക്കെയാണ്. ആ വൈദ പിന്നെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലേ, എന്നാൽ വിളിക്കാൻ നിങ്ങൾ വേറെ പറയും. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ഇങ്ങനെ അന്ന് എനിക്ക് 7ാം ക്ലാസ്സിലൊക്കെ ഈ SS പിന്നെ ബുഷറ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂത്താപ്പൻ്റെ മോളെ കഴിഞ്ഞ വർഷം ഇളച്ചി എൻ്റെ കൂടെ പഠിച്ചേ. അപ്പോൾ ഓക്ക് പിന്നെ
മാർക്ക് SS-ന് എല്ലാത്തിനും ഫസ്റ്റാണ്. SS-ന് ഫസ്റ്റ്. എന്നാലും അവിടെ വന്നിട്ട് അയൽവാസിയാണല്ലോ, നമ്മളവിടുന്ന് എൻ്റെ താത്തനെ കല്യാണം കഴിച്ച് അവിടെ വന്നുകൊണ്ട് പറയും അത് കുഞ്ഞൻ്റെ അടുത്തൊന്നും എത്തൂല കേട്ടോ. ഓള് ഒരു വസ്തു പഠിക്കില്ലാണ്. ഇവിടെ ഞാനാ പഠിക്കാത്തൊന്നും. അങ്ങനെ കാലിക ഭാഷ വിഷയത്തിൽ ഫുൾ മാർക്ക് വന്നു. SS ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ് SS. ഇപ്പോഴും അങ്ങനെ തന്നെ താല്പര്യം. പിന്നെ അജയ് മാഷ് ഇപ്പം വെറുതെ നിൽക്കണില്ല കേട്ടോ. നിങ്ങളാ വിചാരിക്കണില്ല, ഞാൻ ഉപയോഗപ്പെടുത്താൻ പോവാണ് അജയ് മാഷ്. അജയ് മാഷ് ഉപയോഗിക്കാൻ പോകുക. അതായത് നമ്മൾ പിന്നെ അജയ് മാഷ് നമുക്ക് വേർപിരിയാൻ പറ്റില്ല. അത്രയും നമ്മൾ അത് വന്നന്നും പേർക്ക് അജയ് മാഷായിട്ടുള്ള ബന്ധങ്ങൾ അത് വേർപിരിയില്ല ഇതുവരെ. ഇനിയും അങ്ങനെയല്ല വിചാരിക്കണേ. ഞാനിപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി പോകണ്ടെന്നാണ്, നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട. മാന്തുക എന്നുള്ള നാളത്തിന് പേര് ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാം, ഈ ബോർഡ് ഇട്ടാണ് കളിയാക്കുന്നത്. മാന്തുക ഒരു സ്ഥലത്തിൻ്റെ പേരാ, അവിടെ അജയ് മാഷ സ്ഥലമാണ്, പത്തനംതിട്ട മാന്തുക. ആ ബോർഡ് മാന്തുക എന്നാണ് എൻ്റെ പേര്. മാന്തിന് ഇവിടെയൊക്കെ അപ്പോൾ അജയ് മാഷ നീ തിരിച്ചു പോകണ്ട. അതിനെ ഒന്നാമത് ആ സ്ഥലത്തിൻ്റെ പേര് മോശം. പിന്നെ പുളിക്കൽ കാണുമ്പം ഒരു ലേശരുതിയിൽ ഗെറ്റപ്പിൽ ഒരു ഗുമ്മുണ്ട്. അവിടെ പോയ ഈ അജയ് മാഷ് ഇവിടെ പഠിപ്പിച്ച വർത്താനൊന്നും ഉണ്ടാവില്ല. ആ ഒരു സാദാസീത ആളുകളൊക്കെ നിൽക്കും. അതുകൊണ്ട് കയ്യിൽ നിന്ന് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് പഠിപ്പിച്ചവരൊക്കെ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ രാജേഷ് മാഷൊക്കെ പോകേണ്ടി വന്നതാണ്. പിന്നെ പീറ്റർ മാഷൊക്കെ ഒരിക്കൊന്നും പോകാൻ ഇഷ്ടമില്ല, കുറപ്പാണ് ആൾക്കാർ. ഞാൻ പോയിന് രാജേഷ് മാഷൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പോയിരുന്നു, ഇവിടെ അടുത്ത് പോയിരുന്നു അതൊക്കെ കാണാൻ. പീറ്റർ മാഷൊക്കൊന്നും സുഖമില്ല. ഏതായാലും പിന്നെ അവർക്കൊക്കെ സുഖമാട്ടെ ഒരു പ്രാർത്ഥന. പിന്നെ പറയാനുള്ളത്, പലപ്പോഴും ഞാൻ ആരും തല്ലാത്തൊരു ഭാഷ ഇതിലങ്ങനെ അടിച്ചില്ല. ഫസ്റ്റിൽ വന്നത് UP വന്നെന്ന് കുറച്ചൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ പിന്നെ അത് നിർത്തി. അടീൻ്റെ പരിപാടി ഞാൻ നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലർക്കൊക്കെ നല്ല കുട്ടിയുണ്ടാവും. ഈ റഫീഖിനൊക്കെ എനിക്ക് നല്ല ചൂടായില്ലെങ്കിൽ കുറപ്പാണ്. അതുകൊണ്ടാണ് നന്നായത്. പിന്നെ ബാക്കിയുള്ളവർ പലപ്പോഴും അങ്ങനെ അതായത് കൊട്ടപ്പുറത്തുകാരെന്നൊക്കെ പറഞ്ഞല്ലോ, അവർക്ക് എനിക്ക് ഓർമ്മയുണ്ട് പോകും. പിന്നെ അവർക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അവർക്ക് പൈസ കയ്യിൽ കിട്ടിയാൽ പിന്നെ ആരും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ എത്ര ഉയർന്നാലും എത്ര താഴ്ന്നാലും നമുക്ക് നിങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കലുമുണ്ട്. അതായത് നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഒന്നും വെറുതെ അനാദിയാക്കരുത് എന്ന പ്രാർത്ഥന അജയ് മാഷ് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്കും വേണം നിങ്ങൾ പ്രാർത്ഥിക്കണം. അതായത് നമ്മൾ ഈ പല കാര്യങ്ങൾ ചിലപ്പോൾ കാര്യമില്ലാത്തതിന് അടിച്ചിട്ടുണ്ടാവും, കാര്യമില്ലാത്തതിന് ചീത്ത അറിഞ്ഞിട്ടുണ്ടാവും. ചില ടീച്ചർമാർ വന്നാൽ തുടങ്ങി ചീത്ത അറിയാൻ തുടങ്ങി. ചീത്തയോടുകൂടി ക്ലാസ്സിൽ കയറുന്നവരും ചീത്തയോടുകൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നവരും ഉണ്ടാവും, ചീത്ത പറഞ്ഞാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ഈ അധികം ചീത്ത പറഞ്ഞാൽ അധികം തല്ലുന്നവരുമാണ് ഏറ്റവും നല്ല നിങ്ങളെ സ്നേഹിച്ച ആൾക്കാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഈ അജയ് മാഷ് കഴിഞ്ഞു പോയിട്ടാണല്ലോ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഭയങ്കര ഇതാണ്. അതെന്തുകൊണ്ടാണ്? ശരിക്ക് ഗുണദോഷിക്കും, ശരിക്ക് ക്ലാസ് എടുക്കും. അത് അപ്പോഴാണ് അത് മനസ്സിലാകുക. ക്ലാസ്സൊക്കെ എടുത്തതിൻ്റെ ഗുണം കിട്ടല്ല അപ്പോഴാണ്. ഓരോരുത്തരും മാന്തി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സംഭവമാണ്. ഞാൻ പറഞ്ഞു ഞാൻ സംഭവം തന്നെ, ഞാൻ സാധാരണ എനിക്ക് ഉള്ളത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെറുതെ പറയുന്ന ഒരാളെ കാണുമ്പോൾ അങ്ങനെയുണ്ട് കുട്ടികൾ. നിങ്ങൾ ഇന്ത്യയിൽ എടുത്തില്ല എന്നോട് എടുത്തെന്ന് ചോദിച്ചാൽ ചില അതായത് ഓന് ഞാൻ എടുക്കുന്ന വിഷയം പറയും, എന്നിട്ട് ഇന്നെ നന്നാക്കി പറയാണ്. ഇത് ഈ ജാതി ആൾക്കാരുണ്ട്. നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ റഫീഖാക്കിയ ചിരിച്ചാൽ മതി. അങ്ങനെ ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കാണുമ്പോൾ അത് അറിയും. നമ്മൾ ചിലവർ പഠിപ്പിക്കാതെ തന്നെ എനിക്കറിയില്ല നിങ്ങളെന്നെ പഠിപ്പിച്ചിരുന്നു പറയും, അങ്ങനെയും പറയും. അപ്പോൾ അതൊക്കെ ഓരോ താല്പര്യം അനുസരിച്ച്. ഏതായാലും നിങ്ങളോടൊന്നും ഈ മനസ്സിൽ നിങ്ങളിതിന് ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പം അല്ലേ ടീച്ചേഴ്സ് ഇല്ലാലും ഉണ്ടോ? ഇതിലുണ്ടോ ടീച്ചേഴ്സ് ഇല്ല? ആരും ആ ഭാഗത്തേക്ക് പോയി. ഞാൻ വിചാരിച്ച അജയ് മാഷ് മാത്സ് എടുത്താണ്ട് ഒരാളുണ്ട് മാത്സ് ആയിരിക്കും മിക്കവാറും ടീച്ചർമാർ ഞാൻ വിചാരിച്ച്. നിങ്ങളങ്ങനെ പറഞ്ഞപ്പോഴേ മാത്സ് ആയിരിക്കും. ഇപ്പം പിന്നെ കമ്മ്യൂണിറ്റിക്ക് മാത്സാണ് എന്നെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. പോയി കഴിഞ്ഞാൽ കേട്ടോ എൻ്റെ മോളെ പഠിപ്പിച്ചിന് ഏതൊരു 5, 6, 7 മാത്സ്. ഓളിപ്പോൾ മാത്സിൻ്റെ രാജാവായിട്ട് നിൽക്കുക. എല്ലാത്തിനും ഫുൾ മാർക്കാണ്. അതായത് ഇപ്പം +2 ആണ്. ഓക്കെ ഇംഗ്ലീഷിന് മാത്രം ഫുൾ മാർക്കിന് 8 മാർക്കിൻ്റെ കുറവുണ്ട്. അതിൻ്റെ ആയിട്ടായിരിക്കും
ഓള് ഈ പാപ്പക്ക് എങ്ങനെയെങ്കിൽ എതിരായിട്ട് അങ്ങനെയുള്ള കുട്ടികൾ നേരെ എതിരുന്നത്. അപ്പോൾ എന്നോട് പറയും അതൊന്നുമല്ല, നമുക്ക് ബേസ് തന്നത് കമ്മ്യൂണിസം ടീച്ചറാണ്. കമ്മ്യൂണിസം ടീച്ചർ ബേസ് തന്നാൽ പിന്നെ ബേസാണ്. രാജ്യമാശിക്ക് ഇവിടെ ബേസ് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. 8, 9, 10 ആ ബേസ് കൊടുക്കല്ല, പഠിപ്പിക്കാൻ തന്നെ ആവും. അപ്പം ഇങ്ങനത്തെ കുറേ പോയത്തുണ്ട് കേട്ടോ ഈ കുട്ടികൾ. വേറൊരു സാധനം ഉണ്ടല്ലോ, ഇത് കുടിച്ചാലും ഇപ്പം അവൻ ലോകരിതൊക്കെ എടുത്ത് കളഞ്ഞില്ലേ. ഒരു ചേറ്റാൻ പിടിച്ചാലും ഒരു സബ്ജക്റ്റാണ് ഈ ലോകര്. എന്ത് ലോകരിനോ ലോഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക, LOG അല്ലേ. അത് എനിക്കൊന്നും മനസ്സിലായിട്ടോ ഞാൻ കാര്യം. ഞമ്മക്കത് വലിയ വിഷയമാണ്. 8ാം ക്ലാസ് തുടങ്ങും ലോകരിതം, ഗണം തുടങ്ങും. അത് തിരക്കിടില്ല, ഗണം ഫസ്റ്റ് ചാപ്റ്ററാണ്. പിന്നെ ഇതിലുണ്ട് ഒരു പശുവാർ സ്ക്വയറൊക്കെ, പയ്യാർ സ്ക്വയർ. നമ്മളവിടേക്ക് പശു എന്നാ പറയാം, പയ്യെന്ന് പറയില്ല, പശു എന്ന് പറയാം. അപ്പോൾ പശുവാർ സ്ക്വയറാണ് പറയുന്നത്. പിന്നെ വിശപ്പിന്റെ അഗ്രതല വിസ്തീർണം കാണുന്ന സൂത്രവാക്യം, ഇതൊക്കെയാണ് അജമാശ നമ്പർ. വിശപ്പ് പൈപ്പ് എന്ന് പറയില്ലോ, വിശപ്പ് എന്നാണ്. അപ്പോൾ വിശപ്പിന്റെ അഗ്രതല വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം ഇതൊക്കെ ഇങ്ങനെ കുട്ടികൾ ഉറക്കത്തിൽ ഇങ്ങനെ പറയും. പക്ഷെ ഇത് എന്തിനാന്ന് കുട്ടികൾക്ക് അറിയില്ല. എന്തിനാന്ന് ഒരു കാര്യമില്ല. ഞാൻ അജയമാശ സംസാരിക്കുന്നതിന് മുമ്പ് പെടുത്തണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ കഴിഞ്ഞ 1-2 ചുറ്റുപാടുള്ളതുകൊണ്ട്. കാരണം എന്തൊക്കെയാണ് പറയണത് നമുക്ക് അറിയണമല്ലോ. എന്തായി മേസോണ്ടുള്ള ഗുണം കിട്ടിയത്, ചില ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം പൈസ ചില്ലാനം വാങ്ങാൻ പൈസ കൊടുക്കുമ്പോൾ അത് കുട്ടികൾ ഇത്ര കറക്റ്റായി കൊണ്ടുവരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൽ കിട്ടാറുള്ളത്. പിന്നെ എൻജിനീയറിങ്ങിനൊക്കെ പോകണം അല്ലേ ലീഡടിച്ചറേ. എൻജിനീയറിങ്ങിനൊക്കെ പോയാൽ പിന്നെ കുറച്ച് പ്രയോജനം ഉണ്ടാവും. അങ്ങനെ കുറേ വേണ്ടാത്ത കുറേ ഇപ്പോൾ കുറേ എടുത്ത് കളഞ്ഞിട്ട് ഇതൊക്കെ ലോകില്ല. അപ്പം മറ്റേത് അതിൻ്റെ ഒരു പുസ്തകമായിട്ട് പോകും, അത് കോപ്പി എടുത്താൽ നല്ല സുഖമാണ്. അതിൻ്റെ ഉള്ളിൽ കുട്ടികളെ ചീറ്റും ഉണ്ടാവും. ലോകരിതത്തിൻ്റെ ടേബിള് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടൊക്കെ, ലോകരിതം ടേബിളൊക്കെ കൂടെ ഓർമ്മ അല്ലേ. പിന്നെ കെമിസ്ട്രിക്ക് ഒരു പട്ടിക ഉണ്ടല്ലോ, എന്താണ് അതിനറിയാം? ആവർത്തന പട്ടിക, പീരിയോഡിക്കൽ ടേബിൾസ്. എന്താണ് അന്നതൊന്നും എന്താ മനസ്സിലാവുക, സെറ്റെന്ന് എന്തെന്ന് ഒക്കെ മനസ്സിലാവില്ല. എന്നൊക്കെ ഇങ്ങനെ കാണാൻ പഠിക്കല്ലേ. പിന്നെ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, എന്തൊരു കെമിസ്ട്രിയാണ്? ഓർഗാനിക് കെമിസ്ട്രി. അതിൻ്റെ നല്ല നന്നാക്കി പറഞ്ഞു കൊടുത്താൽ ഇപ്പം സെൻ്റൊക്കെ പറഞ്ഞ് സോപ്പ് ഇതൊക്കെ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാനും ചിലപ്പം ഉണ്ടാവില്ല. ഓലിത് വരച്ചിട്ട് ഇതിങ്ങനെ അതിങ്ങനെ ടാലി ആയില്ല ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആളെ പേടിപ്പിച്ച് പരിപാടി. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കണം ആദ്യം. ആ വിഷയം നമുക്ക് താല്പര്യമുള്ള പിന്നെ അതിൻ്റെ ആളാവും ഉറപ്പായി സംശയിക്കുക. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ഒരിക്കലും കാണാപ്പാടം അല്ലെങ്കിൽ ഇങ്ങനെ ഇത് സൂത്രവാക്യമൊക്കെ കാണാപ്പാടാക്കേണ്ടി വരും, അല്ലെങ്കിൽ അജമാശം അടിയിട്ടു. പിന്നെ ബാക്കിയുള്ളതൊന്നും കാണാപ്പാടം പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ആ എടുക്കുന്ന അധ്യാപകനും ഇഷ്ടപ്പെടണം. അപ്പോൾ ആ വിഷയത്തിൻ്റെ ആൾക്കാരായി മാറും. അപ്പോൾ അതാണ് നിങ്ങളെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് പഠിക്കണം. അല്ലാതെ ഇത് ഒരാൾ പറഞ്ഞ് ഇങ്ങനെ കയറ്റി കൊടുത്താൽ അത് ഈ പുട്ടുംകുറ്റി വിദ്യാഭ്യാസമാണ്. ഞാൻ പറയുന്നത് പുട്ടുംകുറ്റി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിങ്ങനൊക്കെ നിറച്ച് പുട്ട് നിങ്ങളുടെ രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിറച്ച് തേങ്ങട്ട് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കും. ആവി വന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കുത്തും അല്ലേ, ഒരു വലിയ വസ്തിക്കാണ്ട് കുത്തും. അതേമാതിരിയാണ് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. പരീക്ഷയുടെ സമയത്ത് പേപ്പർക്കാണ്ട് കുത്തുക, പിന്നെ ഒന്നുമില്ല, കാര്യമായി. അതാണ് പുട്ടുംകുറ്റി വിദ്യാഭ്യാസം. അത് പറഞ്ഞോളി, കുറേ തരത്തിൽ പറ്റൂ. ആ പുട്ടുകുറ്റി വിദ്യാഭ്യാസമായിരുന്നു. നമ്മളിത് മനസ്സിലേക്ക് കയറ്റി വെക്കണം. അത് പോകരുത്. അത് പോയാൽ കഴിഞ്ഞാൽ പരീക്ഷ വരെ ഉണ്ടാവുള്ളൂ. അത് ശരിയല്ലേ അജയമാഷെ? അജയമാഷോട് ഞാൻ ചോദിക്കണത് എന്താ വെച്ചാൽ അതിന് അല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർത്തും. അതല്ല, അതിന് ശരിയല്ല, ഇതാണ് ശരി. അതായത് ഇതിങ്ങനെ കുത്ത പേപ്പർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓർക്ക് ഇഷ്ടം ഉണ്ടാകണം. വിഷയം ഇഷ്ടം ഉണ്ടാകുന്നതോട് ഈ എടുക്കുന്ന മാഷന്മാരോട് താല്പര്യപ്പെടണം. അതായത് ആ വിഷയം എടുക്കുന്നവർ അങ്ങനെ ഉണ്ടായാൽ ആ കുട്ടികളതായിട്ട് പോയി ഉറപ്പാണ്. നിങ്ങൾ നോക്കേണ്ടി, നിങ്ങൾ നോക്ക് പരീക്ഷിക്കും. പിന്നെ വേറെ പറയാനുള്ളത്, വേറെ ഇപ്പോഴത്തെ മാതിരിയല്ല. ഞാൻ പോരുന്നതിൻ്റെ ഒരു 2 കൊല്ലം മുമ്പിട്ട് എങ്ങനെ ആയത്, ഇപ്പം ഫ്രണ്ട്ലിയാണ്. കുട്ടികളെ തൊഴിലിങ്ങനെ കയ്യിട്ട് എന്താ മോനെ എന്നൊക്കെ ചോദിക്കണം. അല്ല വടി പ്രശ്നമില്ല. മുമ്പ് സ്റ്റിക്ക് ആൻഡ് ടോക്ക്, ചോക്ക് ആൻഡ് ടോക്ക് ചെയ്യും. അതാണ് ചോക്ക് ആൻഡ് ടോക്ക്, സ്റ്റിക്ക് ആൻഡ് ടോക്ക്. വടി എടുക്കുക, സംസാരിക്കുക. ചോക്ക് എടുക്കുക, എഴുതി സംസാരിക്കുക. ഇതാണ് അന്നത്തെ വിദ്യാഭ്യാസം ശരിക്കും. ഇന്നിപ്പോൾ അല്ല, ഇന്ന് അങ്ങനെ കുട്ടികളോട് പറയാനേ പറ്റില്ല. ഇന്ന് കുട്ടികൾക്ക് നമ്പറുണ്ട്.
ഒരു ദിവസം ഞാൻ ഒരു അടിച്ചിട്ട് കുട്ടികൾ ഈ നമ്പർ എടുത്ത് ഇങ്ങനെ കാണും. നിങ്ങൾക്കറിയാം നമ്പർ അത് ടോൾ പിൻ നമ്പറാണ് ഇവിടെ ബന്ധപ്പെടാൻ, മാഷന്മാരടിച്ചാലും ബന്ധപ്പെടാൻ. ആ രക്ഷിതാക്കന്മാർ നിങ്ങൾ വലിയ നെളിയൊന്നും വേണ്ട, നിങ്ങൾ അടിച്ചാലും ഒരു വിളിക്കും വരും ഇങ്ങനെ, എന്താ നിങ്ങളെ കുട്ടീനെ നിങ്ങൾ അടിച്ച് ഓനത് ഞാനൊക്കെ നീക്ക് ഒറ്റ നാൾ കൊടുക്കും ആ ചോദിച്ചതിനാണ്. ഞാൻ അപ്പോൾ ആ ഗവൺമെൻറ് ഇതൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ കുട്ടീനെ പോരാ നോക്കല്, പിന്നെ അത് ഞാനല്ലേ പറയാ എന്നെ ചെയ്യണമെന്ന്. അപ്പോൾ അത് പറ്റില്ലപ്പം. ഇപ്പം അങ്ങനത്തെ കാലമാണ്. നിങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യുക, തലയിലിച്ച് കൊണ്ടെടുക്കണം. മുമ്പ് അങ്ങനെ 2 കൊടുത്തില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ അത് കൊടുക്കും. ഇപ്പം കൊടുക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ഒരു എല്ലാം കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെയല്ല കേട്ടോ, നല്ല രക്ഷിതാക്കന്മാർ പറയുന്നതൊക്കെ അനുസരിക്കണം. ഇവരോട് പറയാം കേട്ടോ, ഇവർക്കുള്ള കേട്ടോ. പിന്നെ കുട്ടികളവിടെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുസരിക്കണം. ഓലെ തല്ല് തെറ്റാലും ഒരു വാങ്ങിക്കണം, അല്ലാതെ അങ്ങോട്ടൊന്നും മുറിത്തൊന്നും പറയുന്നു. കാരണം ആവശ്യത്തിന് ഒരു തല്ലുള്ളൂ, വെറുതെ തല്ലില്ലല്ലോ. നിങ്ങൾക്ക് തീറ്റും ഇതൊക്കെ തരുന്ന ആൾക്കാർ തല്ലുമോ? അപ്പോൾ ആവശ്യത്തിന് അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ കേടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ വളരെ ദീർഘിപ്പിച്ചില്ലായിരുന്നു പക്ഷേ അധികമായോ? ആ പിന്നെ ഇതാ ഞാൻ നിർത്താൻ കേട്ടോ. നിങ്ങൾക്ക് പലർക്കും വളരെ ബോറടിച്ചാൽ റഫീക്ക് പറയണം നിർത്താൻ. അതെന്താ പറയാത്ത? നിർത്തണ്ടേ? പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം സ്റ്റേറ്റ് പോയോ? കഴിഞ്ഞോ പരിപാടി? സ്റ്റേറ്റിലേക്ക് ഒരു മിമിക്രി ഇതാ ഉസ്താദ്, അതാണ് ഇവിടുത്തെ കുട്ടി സ്റ്റേറ്റിലെത്തി. അവിടുന്ന് ഫസ്റ്റ് വാങ്ങണം, അതിനുള്ള പ്രാർത്ഥനയിലാണ്. പക്ഷേ അങ്ങനെ ഒരു ഫസ്റ്റെങ്കിലും നമുക്ക് കിട്ടണ്ടേ? നമുക്ക് ആലോചിച്ചിട്ട് ഇത്ര കാലമായി ഇതൊക്കെ സ്റ്റേറ്റിൽ ഫസ്റ്റ് ഇട്ടില്ല. കിട്ടി നമുക്ക് ഇവിടെ 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് കിട്ടണം, വാങ്ങണം. അവിടെ അത് റഫീഖ് ഒന്നുകൂടി ശ്രമിച്ചാൽ കിട്ടും. ഞാൻ ആ കുട്ടീൻ്റെ മിമിക്രി കംപ്ലീറ്റ് കേട്ടു. അവിടെ ഉണ്ടായിനി, ഞാൻ കോടതിക്ക് വിളിച്ചിരുന്നു ഒരു മിമിക്രി അവതരിപ്പിക്ക് ഒരു അന്ന് അജയ് മാഷ് കേട്ടിരുന്നു. അപ്പോൾ നല്ല എനിക്ക് ഇതൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. നിങ്ങളെ കഴിവിനൊക്കെ ബഹുമാനിക്കുന്നു. വേറൊന്ന്, പിന്നെ ജസീമിൻ സാൻ ഒരു ഡോക്ടറായിട്ട് ഇതായിട്ട് എൻ്റെ മോളെ ഇത് മുത്ത് മൂക്കിലിട്ട്. അപ്പം ഞാൻ രാത്രി 7 മണിയാണ് സമയം. മുത്ത് വെളുങ്ങനെ ഓള് കരയുന്നുണ്ട്. അപ്പം വിലൊക്കെ കൂടി പേടിപ്പിക്കുന്നുണ്ട്. കുട്ടികളും ഉമ്മയൊക്കെ കൂടി എന്ത് ചെയ്യാൻ എന്ത് കാട്ടിന്ന്. അപ്പം നേരെ ഞാൻ ആ ബൈക്കുമ്പോൾ വെച്ചാണ്ട് ഓളെ കൊണ്ടുവന്ന് ഓളമ്മയുണ്ട്. അപ്പോൾ ഇവർ ജസീമുണ്ട് അവിടെ. ആ ജാസിർ ഡോക്ടർ നമ്മളെ പഠിപ്പിച്ച ഒരാളാണ്, ഓൻ്റെ അടുത്തൊക്കെ പോയത്. അപ്പോൾ ഇവിടെ ഉണ്ട് അവിടെ ഡോക്ടറായിട്ട് വേറൊരാൾ സഹായത്തിനുണ്ട്. അപ്പോൾ മാഷ് നിങ്ങൾ പുറത്തുനിന്ന് വിളിയായിരുന്നു. അങ്ങനെ ബേജാറാവുന്നുള്ള എടുക്കുന്നത്. അപ്പോൾ ഇവര് ഇത് ജാസിനും കിട്ടും. ഞാൻ പേരിട്ട് ആകെ ബുദ്ധിമുട്ടായി. മുമ്പ് സലാം ഡോക്ടർ അടുത്ത് ഇതേമാതിരി നമ്മളെ ട്യൂഷൻ സെൻ്ററിലൊരു കുട്ടി പിന്നെ മൂക്കിൽ ചോക്കിട്ട് കൊണ്ടുപോയപ്പം സലാം ഡോക്ടർ ആ ചവണത്തെ സാധനമുണ്ട് അവിടെ കുത്തി അങ്ങോട്ടാക്കിയാൽ തന്നെ കയ്യൊക്കെ കഴിയാണ്ട് പറയും ഞാൻ കോയാസിക്ക് ഒരു എത്തിരാം എന്ന മാതിരി ടാഗോന്ന് ചോദിച്ചിട്ടാണ് ഈ ജസീമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓരെ പിടിച്ചെടുക്കാൻ കേട്ടോ. നിങ്ങളും പിന്നെ നിങ്ങളെ മോളും പുറത്തേക്കാൻ നിന്നോളി. മോള് മാത്രം ഇവിടെ പറ്റി, മോള് മാത്രം ഇവിടെ നിന്നാൽ മതി. കൂടെ ഞങ്ങൾ പുറത്തേക്കാൻ നമുക്കിത് ശരിയായ മതി. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കാണ്. എന്നിട്ട് ഇവന് ജാസിന് ഇങ്ങനെ വന്നിട്ട് ഒറ്റ തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് ഭാഷയോട് വരികയല്ലേ, അതാണ് ആ മുത്ത്. അതല്ല മുത്ത്, നിങ്ങളാണ് മുത്ത് അറിയാൻ. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയില്ല ഈ കുട്ടികളൊക്കെ ചെയ്താൽ. അപ്പോൾ പിന്നെ അതാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് അല്ല ഇവരൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പറയാക്കല. അതൊക്കെ പഠിച്ചവരോട് കിട്ടിക്കോട്ടെ കൂലി എന്നുള്ളതായിരുന്നു പറയാക്ക. ഇവരൊക്കെ നമ്മളപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ ആ കൂടി പറഞ്ഞ് നിർത്തിട്ടോ. ഒരു അപകടം പറ്റി, നിങ്ങൾക്കറിയാം, നിങ്ങളിതിലൊക്കെ പലപ്പോഴും വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപകടം എന്ന് പറഞ്ഞാൽ ചില്ലറ അപകടമല്ല. അതേ മാഷൊക്കെ വന്നിട്ട് ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് അത്രയും 15 ദിവസം ഓക്സിജൻ. ഇവിടെ 3 എല്ലും പൊട്ടീന്. താടി ഇതാ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് വെച്ചതാ, ഇപ്പം എന്ത് ഭംഗി കൂടിയില്ലേ? ഇവിടെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് തുന്നിയ ഒരു കലുണ്ട്, അത് മാത്രമേ കലുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് അത്യാവശ്യത്തിൻ്റെ നിലയിൽ ഉറപ്പാണ് ഞാൻ. പിന്നെ ഇവിടുന്നൊക്കെ പോകാൻ കാരണമുണ്ട്. മെഡിക്കൽ കോളേജിൽ ആദ്യം വന്നത്, അവിടുന്ന് പോയി അവിടെ ചികിത്സ കിട്ടില്ല. 6 മണിയായിട്ടും എല്ലാവരും കൂടി ഇപ്പോൾ വൈഫിൻ്റെ 18 അമ്മമാരാണ്. ഓരോ കുട്ടികളും 18 അമ്മമാരും മെഡിക്കൽ കോളേജിൽ വന്നതെന്ന് അറിയില്ലേ?
ഓരോ കൂടി ഓരോന്നിൻ്റെ ബാക്കിൽ കുത്തിപ്പിടിച്ച് വന്നാൽ ഞാനും വീടിൻ്റെ കല്യാണത്തിന് പറഞ്ഞാണ് ഓക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പിടിച്ച് ഇരിക്കാനൊരു രസം ഓക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വരണമെന്നൊക്കെ പറഞ്ഞിനി, പക്ഷേ ഒന്ന് ഓക്കും കുറച്ചൊക്കെ പറ്റി, എൻ്റെ ഹെൽമെറ്റ് കെട്ടിയിട്ട് ഇവിടെയൊക്കെ പറ്റി. ഞാൻ വീണതല്ല, ബ്രേക്ക് പോയതാണ്. നല്ല ഇറക്കി കുത്തനെ ഇറക്കം, ബ്രേക്ക് കണ്ടു പോയി. ബ്രേക്ക് കിട്ടില്ല എന്നോട് പറഞ്ഞ് ബ്രേക്ക് പോയിന്. ഞാൻ നമ്മുടെ ചാടിക്കോളാം, അവൾ തമാശ കയറ്റി, നമ്മളവിടുത്തെ തമാശ വരെയാണ്. പിന്നെ ബ്രേക്ക് പോയി പറഞ്ഞാൽ അവൾ വിചാരിക്കുമോ ഞാൻ നമ്മുടെ ചാടിക്കോളാം, ചാടി വെച്ചിട്ടുണ്ടാവില്ല അറിഞ്ഞു. അങ്ങനെ 1 കിലോമീറ്റർ കൊണ്ട് പോയപ്പോൾ ഒരു പോസ്റ്റും ഒരു മതിലും അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റി. അതായത് ഭയങ്കര സ്പീഡിലാണ്. അതിൽ പറ്റിയതാണ്, കാലിൻ്റെ മുട്ട് കംപ്ലീറ്റ് പൊട്ടി റെഡി. ഇപ്പോൾ ഒക്കെ ശരിയായതാണ്. ഇപ്പം ആദ്യത്തെ വരി കുട്ടികളെ പല്ലൊക്കെ അത് കുറച്ചൊക്കെ ഒരു വിടവുണ്ട്. ഇപ്പം കുട്ടികളെ പല്ല് വരെ കറക്റ്റ് റെഡി. അതിനകത്ത് വീട്ടിൽ ഇതൊക്കെ കൊണ്ട് പിടിച്ച് കെട്ടിക്കണം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലവരൊക്കെ ഈ കല്യാണം കഴിഞ്ഞാൽ പല്ല് കുത്താൻ സാധനം തരും, എനിക്ക് വേണ്ടാണ്. അപ്പോൾ അത്ര അസുഖമായി. പലരുടെ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും പ്രാർത്ഥനയാണ് ഉറപ്പാണ്. എൻ്റെ ഒരു ഇതുകൊണ്ടല്ല. ഞാനിങ്ങനെ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ മാത്രമേ കാണുള്ളൂ. തിയേറ്റർ ഈ മുകളിലുള്ള മുണ്ടായ മാത്രം കാണും. ഇങ്ങനെ പോകാം, ഇങ്ങോട്ട് നോക്കാനും പറ്റില്ല, ആരാ വിട്ടണതും കൊണ്ട് നോക്കാനില്ല, ഇങ്ങോട്ട് നോക്കാം, ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ പോകാൻ നേരത്തുള്ള ഇതൊക്കെ ചെല്ലി കെലിമല്ലി. അപ്പോൾ ആ വിട്ടിനോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നുള്ളി പെറുക്കി പറയുന്നത്, നിങ്ങൾക്ക് ഇതൊന്നും തോന്നിയില്ലല്ലോ, അനസ്തേഷ്യ ധരിക്കുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്യേണ്ടി വരും. പിന്നെ മനസ്സിലായത് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര സുഖമുള്ള ഒരു കാര്യം ഈ ഭൂലോകത്ത് വരില്ല. കാരണം അത് ആഫ്റ്ററും ബിഫോറും ഭയങ്കര പ്രശ്നമുണ്ടോ, ഞാൻ ഇല്ലയെന്നറിയില്ല. ആ ഓപ്പറേഷൻ്റെ സമയത്തുണ്ടല്ലോ, നമുക്ക് ആദ്യം കണ്ട് അനസ്തേഷ്യ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഫുള്ള് ഇത് ചെയ്തിരിക്കും കളിപ്പിച്ചിട്ടുള്ള അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്വർഗത്തേക്ക് അങ്ങനെ പോവുക. പിന്നെ ഉണരുമ്പോഴാണ് ദേഷ്യം പിടിക്കുക, എന്തിനാ ഈ പണ്ടറ ഉറങ്ങി അങ്ങനെ പോയാൽ മതി, എത്ര എന്തൊക്കെ കാണാറിയോ. അത്രയും സുഖമുള്ള നിങ്ങളെ ഓപ്പറേഷൻ തന്നെ പേടിക്കണ്ട, നിങ്ങൾക്ക് പേടിയില്ല, അടുത്തുള്ള ആൾക്കാർക്കും ഓർക്കൊക്കെ പേടിയുണ്ടാകുക. അതേ പക്ഷേ അങ്ങനെ ഉണ്ടാകുക. അപ്പം മഞ്ജു ടീച്ചറിൻ്റെ ഓപ്പറേഷൻ കഴിച്ചിട്ട് മഞ്ജു ടീച്ചർക്ക് പേടിയില്ല, അജയ മാഷിക്കായിരുന്നു പേടി. അപ്പോൾ നമുക്ക് എടുത്തി കൊടുക്കാൻ പേടില്ല. അപ്പോൾ അത്രയും സുഖമുള്ള ഒരു കാര്യമാണ്. ഇനി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആരോടും ബേജാറാണ്ട, ഞാൻ പറഞ്ഞു തരാണ്. ആ ബിഫോറും ആഫ്റ്ററാണ്. പക്ഷേ ബിഫോർ പിന്നെ ഒരു ഇതൊക്കെ ഉണ്ട്, ഷേവിങ് ഉണ്ട്, പിന്നെ ഈ ചിലർക്ക് അരിമ കൊടുക്കും, എനിക്കതൊന്നും തോന്നില്ല കേട്ടോ, കാലിൻ്റെതായിട്ട്. പിന്നെ ആഫ്റ്റർ വേദന, നല്ല വേദന ഉണ്ടാവും. എങ്ങനെ ആളെ അടുത്തേക്ക് വന്നിട്ടാണെങ്കിൽ സുഖം എന്താ വേണ്ടതെന്ന് നമുക്ക് ചോദിക്കുള്ളൂ. ഒരാളെ പിടിച്ച് കഴിഞ്ഞ് പറിച്ചിട്ട് എന്താണ് ബിരിയാണി വേണമെന്ന് ചോദിച്ചാൽ വരെ നമുക്ക് ദേഷ്യം. കാരണം എന്താ അറിയുമോ, നമുക്ക് വേദന മാറണം, എന്നിട്ട് ബിരിയാണി തീരും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം കഴിഞ്ഞിന്. അതൊക്കെ നിങ്ങളൊക്കെ പലരുടെയും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അത്രയും തന്നെ നിങ്ങൾ കരുത്തമ്മ നസീമൊക്കെ വന്നുകൊണ്ട് എനിക്കതിൽ കഴിഞ്ഞ് എൻ്റെ വർത്താനൊക്കെ നിൽക്കും. അത്രയായിരുന്നു. വളരെ അത്യാവശ്യം നിലയിൽ പലരും കണ്ടവരിനെ തിരിച്ചറിഞ്ഞില്ല. കാരണം ഈ ഇതിങ്ങനെ പോവുക, ഇത് പോയാൽ ഇതാണല്ലോ നമ്മളെ ഇത് കൊടുക്കണത് ജോബ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല, പിന്നെ എൻ്റെ പേര് വേറെന്തോ ആണ്. കാരണം ഓനെ കണ്ട് മാറിപ്പോയതാണ്, വേറെ ആളെ നമുക്ക് കണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അത്രയും സുഖമില്ലാതെ വന്ന് ഇങ്ങനെ ഇപ്പം ആദ്യത്തെ മാതിരിയായിരുന്നു. ഓടാനും എനിക്ക് പ്രശ്നമില്ല, ചാടാനും പ്രശ്നമില്ല, സംസാരിക്കാൻ പ്രശ്നമില്ല, വേറെ ഒരു രോഗത്തിന് വന്നിട്ടില്ല. ഇനി വരാക്കട്ടെ. ഈ ഷുഗറും ഇതൊക്കെ വന്നാൽ പിന്നെ അത് കഴിഞ്ഞ്, പിന്നെ അതോടുകൂടി കഴിഞ്ഞെന്നു വിചാരിച്ചാൽ മതി. പിന്നെ പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണവരുണ്ടാവും, നമുക്ക് കഴിയില്ല. ഞാൻ കണ്ടൊക്കെ തിന്നും. നമുക്ക് ഈ തീറ്റി കുറച്ചിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ അത് കഴിയില്ലല്ലോ. ഈ രോഗം വന്നാൽ പിന്നെ അനുസരിച്ച് വേണ്ടി വരും. പിന്നെ മധുരം ഞാൻ ആദ്യം കഴിക്കില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ മധുരം നിർത്തി. ആ മധുരം മതിയല്ലോ, പിന്നെ ഈ മധുരത്തിനൊന്നും ആവശ്യം പ്രസക്തിയില്ല. അപ്പോൾ അത് നിർത്തിയില്ല കുറേ കാലമുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നമ്മളെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആക്കി തോന്നിയെങ്കിൽ ജസീമ, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾ അധ്യാപകം എന്നുള്ള നിലക്ക്, നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ള നിലക്ക് ക്ഷമിക്കുക. ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഒരു കാര്യം കൂടി പ്രാർത്ഥന, നമുക്ക് പിന്നെ അധ്യാമാശക്കും ലീലടിച്ചവർക്കും അറിയില്ല, സ്വർഗം കിട്ടി മരിക്കണം എന്ന പൂതി അപ്പം എനിക്കാകുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള പൂതികളൊന്നുമില്ല, ഒക്കെ ഏകദേശം കഴിഞ്ഞില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന രമേശേ നിങ്ങൾ അങ്ങനെ ചെയ്യണം നമുക്ക് വേണ്ടി. അത് മാത്രമാണ്. അല്ല, സ്വർഗം കിട്ടി മരിക്കണം, ഈമാനോട് കൂടി മരിക്കണം പോരെ. ഊകളെ തിരുത്ത് കണ്ടത് അതൊക്കെ
അതൊക്കെ നാക്കെന്നാ സ്വർഗത്തിൽ തന്നെ ആവും. കാരണം ഇത്രയും സ്വർഗത്തിനെ പറ്റുന്നത് ഇന്നെക്കാട്ടിലൊരു അവബോധം ഉണ്ടാകുക പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ പ്രാർത്ഥന വേണം. അത് തമാശ പറഞ്ഞതല്ല, അത് മാത്രമേ എനിക്കുള്ളൂ. ഇനി അടുത്ത സംഗമത്തിൽ ചിലപ്പോൾ നമ്മളെ കണ്ടില്ലാന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഇതൊക്കെ പ്രാർത്ഥിച്ച് റെഡിയാക്കണം. ചിലപ്പോൾ ദൈവം ആയുസ് തന്നാൽ ഉണ്ടാവും. ഇത്രയും. പിന്നെ എൻ്റെ ഈ തോന്നിയാസം കൊണ്ട് എനിക്ക് ഈ ആയുസ് തരും എന്ന് വിചാരിക്കണമില്ല. കാരണം എപ്പോഴും പിടിക്കാം. അപ്പോൾ നന്നായി വരട്ടെ കുട്ടികളെ. നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ കുറച്ച് നീട്ടീന്. അതെന്താ വെച്ചാൽ പിന്നെ കമർണീസം കുറേ നീട്ടുന്ന വ്യാജിനെ നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നിർത്തിയത്. കാരണം ഇതിങ്ങനെ കേൾക്കാനാ രസം, പറയാനല്ല. ഒരാൾ പറയുന്നത് കേൾക്കാനാണ് എനിക്ക് രസം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും മധ്യജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിലും ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകിയിടണേ. ഇത്രമാത്രം. വളരെ രസകരമായിട്ട് ഇല്ലേ? ഞങ്ങൾ ഈ സ്റ്റാഫ് റൂമിൽ വഹീദ് മാഷ്, അബ്ദു മാഷ് ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിലും രക്ഷിതാക്കളുടെ മീറ്റിങ്ങിലായാലും ഒക്കെ ഇവരുടെ രണ്ടുപേരുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ പോയിരിക്കും. കാരണം ആ പ്രസംഗം എന്ന് പറയുന്നത് വളരെ സരസമായിട്ട് വളരെ രസകരമായിട്ട് എന്നും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തിന്നുന്ന എണ്ണയാണ് ഒന്ന് മാത്തമാറ്റിക്സ് കണക്കിനെയാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്നില്ലല്ലോ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് റോളക്സിൻ്റെ മുന്നേ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക, കണക്കൻ പഠിക്കുക എന്നും പറയുന്ന ഒരു സ്ഥിരം ഇവിടുന്ന് പോകുന്നത് വരെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റോളക്സിൻ്റെ മുന്നല്ല നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അവിടെ ഉണ്ടാകുമെന്ന്. അതുപോലെ ഈ ഒരു വിജയപേരി ഉണ്ടല്ലോ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ, മൂപ്പര് അതിന് പേരിട്ടേക്കുന്ന അജയപേരി എന്നാണ്. കാരണം വിജയപേരിയുടെ കൺവീനറായിരുന്നു ഞാൻ. അപ്പോൾ അജയപേരി ഇപ്പോഴും എൻ്റെ ഉണ്ട് പോസ്റ്റർ, ഒരു വലിയൊരു പോസ്റ്ററൊക്കെ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പോസ്റ്ററിനകത്ത് ഇരിക്കുന്നതാണ് റൺ അജയപേരി. അപ്പോൾ മത്സരമാണ്. അപ്പം എന്താ മത്സരത്തിൽ മാരത്തോൺ ഓട്ടമാണ്. മാത്തമാറ്റിക്സ്, മാത്സ്, ഇംഗ്ലീഷ് വിഷയം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഓടണം, ഇത്ര റൗണ്ട് ഓടണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ഇപ്പോഴും എൻ്റെ ഉണ്ട് ആ പോസ്റ്ററൊക്കെ. അങ്ങനെ നിരന്തരം രസകരമായിട്ട് തമാശകളിലൂടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ നമുക്ക് കേൾക്കാൻ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കാറുണ്ട് എപ്പോഴും. ഇങ്ങനെ മീറ്റിങ്ങുകളിലായാലും സ്റ്റാഫ് റൂമിലായാലും ഒരു ജീവൻ എപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും വലിയ ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ മരണത്തെക്കുറിച്ചും അതും ഇതൊക്കെ പറഞ്ഞ ആക്സിഡൻറ്റ്. ഞങ്ങൾ ആശുപത്രി കാണാൻ പോയി. കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിനിമയ്ക്കകത്തിൽ നമ്മുടെ മമ്മൂക്കയാന്ന് തോന്നുന്നു, മമ്മൂക്കോയാന്ന് തോന്നുന്നു, മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് തലയിലും കാലിലും കയ്യിലും എല്ലാം പ്ലാസ്റ്റർ, അതൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടന്നുകൊണ്ട് ഈ പറഞ്ഞ പല്ലൊക്കെ കൂടി ഈ ഒരവസ്ഥയിലാണ് അവിടെ കിടന്നുകൊണ്ട് പറയുന്നത് അറിയാമോ, മുകളിലോട്ട് ശ്വാസം എടുത്ത് താഴോട്ട് എഴുതിയിട്ടാണ് എപ്പോഴും വെള്ളം എഴുതണേ ഇതാ പറയുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തമാശകൾ പറ്റി നമ്മളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ആക്സിഡൻറ്റ് പറ്റി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ആളിനെ കാണാൻ ചെല്ലുകയാണ്. ചെല്ലുമ്പോഴും അവിടെ പറയുന്ന അവിടുത്തെ സിസ്റ്റർമാരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, ഒന്നും തിരിയുന്നില്ല. പക്ഷേ ഇത് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് ദേഹം ശരീരം മുഴുവൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴും വളരെ സരസമായിട്ട് അതിനെ നേരിട്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ നാവ് കൊണ്ട് ഇര പിടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ഈ നാവില്ലെങ്കിൽ ഇതെന്നെ പോയി കിട്ടില്ല. അപ്പോൾ നാവുള്ളത് കൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല, അതങ്ങനെ പോകും, തുടരട്ടെ. നല്ല ഊർജത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇനിയും ഒരു നല്ലൊരു ഇത് നമുക്ക് കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുക. അജയ് മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ സരസമായിട്ട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ, ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന വഹീദ് മാഷയ്ക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനി നമ്മുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം, നമ്മുടെ ബാച്ചിനൊരു ഉപഹാരം നമ്മുടെ അധ്യാപകർക്ക് കൈമാറുകയാണ്. നമ്മുടെ ഒരു 2 ബെഞ്ചിലുള്ള കുട്ടികളിങ്ങനെ ഒരുമിച്ച് വന്നാൽ നമുക്കത് കൊടുക്കാം. ഓരോരുത്തർക്കായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും അതിൻ്റെ ഭംഗിയും തോന്നുന്നു. ഈ 2 ബെഞ്ചിലെ കുട്ടികൾ വന്നാൽ നന്നായിരുന്നു. അജയ് മാഷയ്ക്കുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിക്കാം. ഇവിടെ ഇറങ്ങി താഴെ ജംഷീർ എത്തിയപ്പോഴെന്ത് ആയില്ല
ഓക്കെ. ഓക്കെ, താങ്ക് യു. അടുത്ത 2 ബെഞ്ച് നമ്മുടെ ലീല ടീച്ചർക്കുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി അടുത്ത 2 ബെഞ്ച് ക്ഷണിക്കുന്നു. അതിലെ പോരെ ഇനി ഓൾ ഇതിനുള്ളൂ കൂടെ കുത്തി കയറി. അതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം, അവരും കൂടി വരാം. വരും 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 വരും. 2 സൈഡിൽ നിന്നാ, 2 സൈഡിൽ നിന്നോളി. ഈ ഭാഗത്ത് നിന്നോളി, ഈ ഭാഗത്ത്. കുഴപ്പമില്ല കുഴപ്പമില്ല. എൻ്റെ ടൈമായില്ല. അടുത്തത് കമറുന്നീസ ടീച്ചർക്കുള്ള ഉപഹാരം. ആൺകുട്ടികളുടെ 2 ബെഞ്ച് വന്നാൽ നന്നായിരുന്നു. ആകെ 2 ബെഞ്ചേ ഉള്ളൂ, എല്ലാവരും ചെല്ല്. അല്ലല്ല, ഷജി സുഫേജ് സുഫേജും കൂടെ വരും. അടുത്തത് നമ്മുടെ വഹീദ് മാഷക്കുള്ള സ്നേഹോപഹാരം. ബാക്കിയുള്ള ആൺകുട്ടികളെല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഇനി പരിപാടി ഇങ്ങനെ സംസാരമാണ്. ഒരു ഫോട്ടോ തെരച്ചില്ലേ അതല്ല, അത് അങ്ങോട്ട് പോകാണ്ടാവും. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രോഗ്രാം നമ്മളൊരു ചെറിയ ഷെഡ്യൂൾ അനുസരിച്ച് ഇങ്ങനെ പോവാണ്. ഇതിൽ പ്രോഗ്രാമുകളൊക്കെ കടന്നു വരും. പിന്നെ ടീച്ചേഴ്സിന് റഫീഖിൻ്റെ പരിപാടി ആസ്വദിക്കുക. ഞങ്ങളിവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇരിക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയണം. ഞങ്ങളിങ്ങനെ ഒരു വൈബിലാണ് പോവുക. അപ്പോഴേ ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ ഇനി ഒന്ന് അഡ്രസ്സ് ചെയ്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, എവിടെ